ആനന്ദമാനന്ദമീ വാസമേ, ആനന്ദമാനന്ദമീ വാസമേ, ആത്മാവിൽ വസിക്കുന്ന ദൈവമേ, ഹൃദയത്തിൻ രാജാവം ക്രിസ്തുവേ, ശരീരത്തിൽ ഒഴുകുന്ന ശുദ്ധാത്മാവേ, സമ്പൂർണമായ ആലയം ഞാൻ, സമ്പൂർണമായ ആലയം ഞാൻ. താങ്ക് യു ഫോർ ദൈ പ്രസൻസ്. അങ്ങയുടെ സാന്നിധ്യത്തിനായി അങ്ങ് വെളിപ്പെടുന്ന ആലയങ്ങൾക്കായി, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ആലയങ്ങൾക്കായി അങ്ങയുടെ ജനത്തോട് ഇടപെട്ടെ. അങ്ങയുടെ ജനത്തെ അങ്ങിലേക്ക് ആദായപ്പെടുത്തുകയാണ്. അങ്ങനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവർ. ഓ ലോർഡ്, ഇതാ മനുഷ്യരെ പിടിക്കുവാൻ എന്നെ തന്നെ അങ്ങാൽ പിടിക്കപ്പെട്ടവനായി അങ്ങ് നയിച്ചായിട്ടാണ്. ശബ്ദ കാഴ്ച പരിധിയിലുള്ള ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ അങ്ങിലേക്ക് ജനമാദായപ്പെടട്ടെ, ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു ഫാദർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവസന്നിധിയിൽ സ്വർഗത്തിന്റെ അംബാസിഡറായി നിലനിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിലേക്ക് ക്രിസ്തുവിലൂടെ നയിക്കുവാൻ, ക്രിസ്തു തരുന്ന വചനത്തിലൂടെ നയിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ കീഴിൽ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കാണുന്നത് ഒരു എക്സിറ്റ് എൻഡിൽ ആയിരിക്കുന്ന, ലോകത്തിൽ ശത്രുവിന്റെ കീഴിലായിരിക്കുന്ന ജനത്തോട് സ്വർഗത്തിലെ ദൈവം എന്നിലൂടെ സംസാരിക്കുന്നതായി. എന്തിനാണെന്നറിയാമോ? ശത്രുവിന്റെ കീഴിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചെടുത്ത് ആ അപ്പന്റെ ഭവനത്തിലേക്ക് എത്തിക്കണം. ഒരു ജാതിയിലേക്കല്ല, മതത്തിലേക്കല്ല, സംഘടനയിലേക്കല്ല, ഗ്രൂപ്പിലേക്കല്ല, നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ സ്നേഹനിധിയായ സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക്. ഹല്ലേലൂയ. ഇതായിരുന്നു യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന അസൈൻമെന്റ്. യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരം അല്ലാതെ ആ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയില്ല. മറ്റൊരു ഭാഗത്ത് പറയുന്നു, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. അപ്പോ അതേ അസൈൻമെന്റ് ആണ് എന്റെയും ക്രിസ്തുവിന്റെ എല്ലാ ശിഷ്യന്മാരുടെയും. എന്നെ എന്റെ സ്വർഗീയ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു എന്നാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് ഞാൻ ഇതുവരെ എന്റെ ഗുരുക്കന്മാരിൽ നിന്നോ ഈ ലോകത്ത് ഇതുവരെയും കേട്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. കർത്താവ് പെട്ടെന്ന് ആത്മാവിന്റെ നിയമം എന്ന ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പെട്ടെന്ന് ഡിവിയേറ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആ മെസ്സേജ് ആണ് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. അതിപ്പോ കൺക്ലൂഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ചു, എന്നാൽ ഇതാ വീണ്ടും അതിനെ കൺക്ലൂഡ് ചെയ്ത് സംക്ഷിപ്ത രൂപത്തിൽ ജനത്തിന്റെ കയ്യിൽ എത്തിക്കുകയാണ്. ദൈവം എന്താഗ്രഹിക്കുന്നു ഇതിലൂടെ. കഴിഞ്ഞ സന്ദേശത്തിൽ നാം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു സന്ദേശമായിരുന്നു ആ കേട്ടത്. ഇതുമായുള്ള ബന്ധത്തിൽ സ്വർഗീയ പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ എന്നെ അനുകരിപ്പിക്കും. ദൈവം പറയുകയാണ്, മറ്റു ദൈവങ്ങളായിട്ട് തീരാനല്ല പറഞ്ഞേ, അത് പിശാചാണ് ചെയ്യുന്നത്. ദൈവം പറയണം, ആകയാൽ പ്രിയ മക്കൾ, ദൈവമക്കൾ എന്നതുപോലെ എന്നെ അനുകരിപ്പിക്കും. ഇതാ ഒരു പൂച്ചക്കുട്ടി തന്റെ അമ്മയെ അനുകരിക്കും, തന്റെ അപ്പനെ അനുകരിക്കും, അല്ലെ? അത് കരയും, മ്യാവ് മ്യാവ്, ഇല്ല, അനുകരിക്കുക. ആരും പറയേണ്ട ആവശ്യമില്ല. ഇതോടൊപ്പം തന്നെ ഇതാ ഒരു പാമ്പ് കുഞ്ഞ്, ഇതാ അത് നടന്നല്ല പോകുന്നത്, അതിന്റെ അപ്പനെ പോലെ അമ്മയെ പോലെ എഴഞ്ഞെഴഞ്ഞാവും. സ്വർഗീയ പിതാവ് പറയാണ്, നിങ്ങൾ എന്റെ പ്രിയ കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ എന്നെ അനുകരിക്കുക. കാരണം ഞാൻ എന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നിങ്ങളെ സൃഷ്ടിച്ചാക്കിയത്. പക്ഷേ പാപം ചെയ്തതോടെ നഷ്ടപ്പെട്ടു. പക്ഷെ ക്രിസ്തുവിൽ നിങ്ങളെ ഞാൻ പുതിയ സൃഷ്ടികളെ കാൽവരി ക്രൂശിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിങ്ങൾ ഇതാ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, പഴയവനല്ല, ആദ്യത്തിലുള്ളവനല്ല, ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. പക്ഷെ അവന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയത്തില്ല.
അവൻ ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ജീവിത രീതി ആദത്തിലുള്ളവന്റെ ജീവിത രീതിയാണ്. നിങ്ങൾ അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട്, മനുഷ്യരോട് ദൈവം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. കാൺമീൻ എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ചാക്കോച്ചന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ അല്ല, അത് തൽക്കാലം ചമത്തേരി കൊണ്ട് തീരും. എന്നാൽ നിത്യമായി ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം പറയാണ്, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുക, എന്റെ പ്രവൃത്തി പോലെ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ ഫേംവെയർ അതാണ്, നിങ്ങളുടെ ബിൽറ്റ് ഇൻ സിസ്റ്റം അതാണ്. ഹല്ലേലൂയ. അതായത് നിങ്ങളെ നിർമ്മിച്ചാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ഫങ്ഷൻ ചെയ്യും. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അത് അങ്ങനെ ഫങ്ഷൻ ചെയ്താൽ നിങ്ങൾ ഒറിജിനൽ ആയിട്ട് വെളിപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോ ദൈവത്തിന്റെ പുത്രന്മാർ ദൈവത്തെ പോലെ തന്നെ വെളിപ്പെടും. പക്ഷെ ഈ മക്കൾക്ക് അത് അറിയത്തില്ല, ദൈവം എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് ആകപ്പാടെ അറിയാവുന്നത് അവരുടെ പൂർവ്വപിതാക്കന്മാർ പല ശിലകളെ ആരാധിച്ചു, പല മരങ്ങളെ ആരാധിച്ചു, പല കല്ലുകളെ ആരാധിച്ചു, പല ജീവികളുടെ രൂപം ഉണ്ടാക്കി വെച്ച് ആരാധിച്ചു. അപ്പോ അതേപോലെ ദൈവസങ്കല്പങ്ങളാണ് അവർക്കുള്ളത്. അപ്പോ ഇതിന്റെ ഇടയിലേക്കാണ് ഒരു പുതിയ ദേവൻ എന്നതുപോലെ യേശുവിനെ അവതരിപ്പിച്ചത്. അപ്പൊ ഉടനെ തന്നെ അവരുടെ ചിന്തയിൽ ഇതിനേക്കാളൊക്കെ പ്രഗത്ഭനായ മറ്റൊരു ദൈവം വന്നിരിക്കുന്നു എന്ന രീതിയിൽ അവർ കടന്നുപോയി. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും വിഗ്രഹ ആരാധകരുടെ മനോഭാവത്തോടുള്ള കാര്യങ്ങളെ കാണുന്നു. അങ്ങനെയല്ല നാം കാണേണ്ടത്. ബൈബിളിൽ ക്രിസ്തു നമുക്ക് എന്ത് വെളിപ്പെടുത്തി തരുമോ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം, എന്താണ് ദൈവം വെളിപ്പെടുത്തുന്നത്, അതേപോലെ നമുക്ക് കാണുവാനായിട്ട് അടിയാകും. എപ്പോഴും നാം വെക്കുന്ന ഗ്ലാസ് എപ്പോഴും വചനമാകുന്ന ഗ്ലാസ് വെച്ച് വേണം കാണാൻ. ലോകത്തിന്റെ ഗ്ലാസുകളോ ഡിനോമിനേഷന്റെ സംഘടനയുടെയോ മതത്തിന്റെ ഗ്ലാസുകൾ വെക്കരുത്. വെച്ചു കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. കാരണം സത്യം അറിയുമ്പോൾ മാത്രമേ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയുള്ളൂ. അല്ലാത്തതെല്ലാം നമ്മളെ കുടുക്കിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിന്റെ സന്ദേശത്തിന് ചെവി കൊടുക്കരുത്. പകരം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അപ്പൻ വസിക്കുന്നുണ്ട്, അപ്പന്റെ ആത്മാവുണ്ട്. ആ അപ്പന്റെ ആത്മാവിനെ കേട്ട് ജീവിക്കാൻ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഒരുങ്ങുക. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ വളരെ ആഴമേറിയ കാര്യങ്ങളാണ് ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടത്. ഞാൻ ലോകത്ത് നിന്ന് കേൾക്കാത്ത കാര്യങ്ങളാണ് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്. അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നു, അത് വരച്ചെടുക്കുന്നു. ആദ്യകാലങ്ങളിൽ അത് പുസ്തകത്തിൽ വരച്ചെടുത്തു, തുടർന്ന് അത് ലാപ്ടോപ്പിലേക്ക് വരച്ചെടുക്കുക. സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും കഴിയും. എന്നെ ഏൽപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഹല്ലേലൂയ. നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. എന്താണ് പങ്കുവെക്കുന്നത്? നശിച്ചു പോകുന്ന ഒരു അപ്പമല്ല പങ്കുവെക്കുന്നത്, നശിക്കാത്ത നിത്യമായ അപ്പം നിങ്ങളുമായി പങ്കുവെക്കുന്നു. അങ്ങനെ പങ്കുവെക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ഉള്ളവന് വീണ്ടും കൊടുക്കുന്നു, വീണ്ടും തന്നുകൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അങ്ങനെ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, നീ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്. പിന്നെ ഇന്ന് പകൽക്കാലം മുഴുവൻ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നു അല്ലെ? നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്. പിന്നെ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ അധ്വാനിപ്പിൻ. അപ്പൊ ആ ആഹാരം കിട്ടണമെങ്കിൽ എന്ത് വേണം? അധ്വാനം വേണം. അധ്വാനം ഇല്ലാതെ കിട്ടത്തില്ല. ആ അധ്വാനം എന്താണ്? നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ചെറിയ ആയുസ്സിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൈവഹിതമുണ്ട്. ആ ദൈവഹിതം നമ്മൾ അനുദിനം കർത്താവിൽ നിന്ന് കേട്ട് ചെയ്യുന്നതെങ്കിൽ അതാണ് അധ്വാനം. ആ അധ്വാനിച്ചാൽ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ശമ്പളം കൊടുത്തേ പറ്റൂ. അപ്പൊ കർത്താവ് പറയാണ്, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ. അപ്പൊ എന്തിനു വേണ്ടി അധ്വാനിക്കേണ്ടത്? ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കണം. അപ്പൊ നമ്മൾ സ്കൂളിൽ പോയി ടീച്ചറായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറായിരുന്നു, നേഴ്സായിരുന്നു, അവിടെ അധ്വാനിച്ചത് ആഹാരത്തിന് വേണ്ടി. എന്താഹാരം? നശിച്ചു പോകുന്ന ആഹാരം. എന്നാൽ കർത്താവിന്റെ വചനം പറയാം, നശിച്ചു പോകാത്ത ആഹാരമുണ്ട്, അതിനും അധ്വാനം ആവശ്യമാണ്. ആ അധ്വാനം എന്താണ്? ഈ ലോകത്തിലെ ഒരു നശിച്ചു പോകുന്ന ആഹാരം, അല്ലെങ്കിൽ റുപ്പി, ദിർഹം, ദിനാറ്, ഡോളർ, യൂറോ കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും പോയി അവര് പറയുന്നത് കേട്ടനുസരിച്ചാലേ നമുക്ക് തരത്തുള്ളൂ. അവര് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലോ വേറെ വല്ലതും ചെയ്യാണെങ്കിലോ തരത്തില്ല. ഇതേപോലെ കർത്താവ് നമ്മൾ ഈ ചെറിയ ആയുസ്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരു പ്രവൃത്തി വെച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി, ഒരു ക്ലിപ്പ് മോനെ, ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ തൊഴിലാളിക്ക് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ദൈവം ചെയ്യും. കർത്താവ് പറയാണ്, ഈ പിതാവ് എന്നെ അത് തരാൻ വേണ്ടി നിങ്ങളുടെ മേലൊരു മാനേജർ എന്ന പോലെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടില്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ അധ്വാനിപ്പിൻ. അത് നിങ്ങൾക്ക് തരാൻ മനുഷ്യപുത്രനായി എന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ വേർഡ്. വേർഡ് എവിടെയാണെന്ന് അറിയത്തില്ല അല്ലെ? തപ്പിയെടുത്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു അന്വേഷണ ബുദ്ധിയുള്ളവരായി ഒരു ക്ലൂ തരാം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം. നമ്മുടെ സബ്ജക്ട് അതല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങ് പോവുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ,
അപ്പോ അധ്വാനം രണ്ട് തലത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോ നിരന്തരം നമ്മൾ ദൈവത്തിന്റെ അസൈൻമെന്റ് ആണ് ഭൂമി ചെയ്തതെങ്കിൽ പ്രിയരെ, നമുക്ക് അതിന് പ്രതിഫലമായിട്ട് തരുന്ന റുപ്പി ദിനാർ എന്ന ലോ ലെവൽ ഇൻകം അല്ല, അതൊക്കെ സെമിത്തേരി കൊണ്ടുപോകും. പകരം ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ എന്റെ വചനങ്ങൾ ഒരിക്കലും മാറത്തില്ല. ആ നിലനിൽക്കുന്ന വചനമാണ്, അപ്പമാണ് നമുക്ക് സാലറി ആയിട്ട് തരുന്നത്. അർത്ഥം കിട്ടിയോ? അത് നിലനിൽക്കുന്നത്. They are eternally rich. Hallelujah. അവർക്കൊരു മേഴ്സിഡസ് കൊണ്ടോ BMW കൊണ്ടോ തൃപ്തിയാകേണ്ട ആവശ്യമില്ല. അതൊക്കെ സെമിത്തേരി കൊണ്ട് തീരും. 15 വർഷം മാക്സിമം അതുകൊണ്ട് തീരും. പക്ഷേ എറ്റേണലി റിച്ച് ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട് ദൈവത്തിൽ നിന്ന് വചനം സ്വീകരിച്ചു. അതാ പറഞ്ഞു, നിലനിൽക്കുന്ന ആഹാരം. എങ്ങനത്തെ ആഹാരം? നിലനിൽക്കുന്ന ആഹാരം. അതിനുവേണ്ടി അധ്വാനിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ ആഴമുള്ളൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അവനത്തിന്റെ ശോധന ചെയ്യുക. നമ്മൾ പലരും ദൈവവേല ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷേ നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, സെമിത്തേരി കൊണ്ട് തീരുന്ന ആഹാരത്തിന് വേണ്ടിയാണ് ദർശനം മുഴുവൻ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അലംഭാവത്തോടുള്ള ഭക്തി വലിയ ആദായ മാർഗമാണ് താനും, അവരുടെ ദൈവം വയർ. അതല്ല ഹല്ലേലൂയ. അത് നമുക്ക് തൽക്കാലം ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമാണ്. ഉണ്മാനും ഉടുപ്പാനും അത് ആവശ്യം. പക്ഷേ അത് അത്രേ ആവശ്യമുള്ളൂ. അത് ലിമിറ്റഡ് ആണ്. കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞതുപോലെ, അന്ന അലൂമിനിയം കമ്പനി ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ലിമിറ്റഡ് ആണ്. അത് കുറച്ചേ ഉള്ളൂ, സെമിത്തേരി ഉള്ളൂ. പക്ഷേ കിട്ടുന്ന നിത്യമായ വചനം അത് തേജസ്സിലേക്ക് ഒരിക്കലും അവസാനിക്കാത്ത എറ്റേണലി റിച്ച് ആകുന്ന സ്വർഗത്തിലേക്ക് നമ്മളെ സഹായിക്കും. നമ്മൾ ആള് മാറിയവരായി പോകും. നമ്മൾ ഷർട്ടും ചുരിദാറും വെള്ളയിട്ടും ആളെ മാറ്റണ്ട, അല്ലാതെ തന്നെ മാറിപ്പോകും. ഹല്ലേലൂയ. അല്ലാതെ തന്നെ ആള് മാറിപ്പോകും. അതാ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ. അവരുടെ വായിക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ അറിയാം അതിലൂടെ ജീവൻ റിലീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട്. ഹല്ലേലൂയ. അത് കർത്താവ് പറഞ്ഞു, എനിക്ക് വിശ്വസിക്കുന്നവനെ ഇതാ വെള്ള ചുരിദാറും വെള്ള ഷർട്ടും കറുത്ത പാന്റും വഴി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം ഇത്ര അധ്യായം അങ്ങനെ ഒരു വാക്കുണ്ടോ? ഇല്ല. പകരം എങ്ങനെ തിരിച്ചറിയാം? ഇതിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാനായിട്ടിടയാവും. എങ്ങനെയാ നദികൾ? ഈ വചനത്തിലൂടെ ഒഴുകുന്ന മുഴുവൻ ജീവജലത്തിന്റെ നദികളാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മാവിൽ ജനിച്ച മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലാത്തവർക്ക് പറ്റില്ല. ആത്മാവ് ജനിച്ച മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം അവരുടെ ഉള്ളിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആ സംഭവമാണ് അവർക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അത് കാരണം ഇത് വരുന്നതോടുകൂടി അവിടെ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും, ജീവൻ വർദ്ധിക്കുവാനായിട്ട് തുടങ്ങും. പ്രിയ സഹോദരനെ, ഗോഡ് സ്പിരിറ്റ് ഓഫ് ക്രിസ്ത്യൻ ഈ ഒരു പദ്ധതി ദൈവത്തിൽ നിന്ന് കേട്ടതാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതുവരെയും പഠിച്ചിരുന്ന സബ്ജക്റ്റുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനൊന്നും അല്ല. പക്ഷെ ഇത് പറയുമ്പോൾ സ്പ്ലിറ്റ് ഉണ്ടായി പോകും. കാരണം ഇതുവരെ പഠിച്ചിരുന്ന ഇതിന് വിപരീതമാണെങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാകും. പക്ഷെ ഇതിന്റെ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വർഗീയ പിതാവുമായി നിങ്ങളെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്നതാണ് ഈ ഫലനികൃഷ്ടത്തെ തിരിച്ചറിയാം. പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോ ഇത് അനേക ഡിനോമിനേഷൻ അനേകം പഠിപ്പിക്കില്ല. അപ്പോ അതിനോടെല്ലാം ഇണചേർന്ന് പോകാൻ പറ്റില്ല. സത്യമായിട്ട് പറയും. സത്യം എത്ര എണ്ണം ഉണ്ട്? 17 ആണോ? അല്ല, 1 അപ്പൊ ആ ഒരു സത്യം പറയുമ്പോ ഇതില് പല ഗ്രൂപ്പുകളും പഠിപ്പിച്ച കുറെ അതിലുണ്ടാവും. പക്ഷെ കുറെ അതിലുണ്ടാകണോ? അപ്പോ എതിർക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആരോട് എനിക്ക് എതിർക്കാനുള്ള യാതൊരു മനോഭാവവും ഇല്ല. പകരം നിങ്ങൾ ഓരോരുത്തരെയും ക്രിസ്തുവിൽ പിതാവിൽ എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ദൈവം അനുവദിക്കുന്ന ഇന്ന് ഇത് കൺക്ലൂഡ് ചെയ്യണമെന്നാണ് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം പോലെ നടക്കട്ടെ. ഹല്ലേലൂയ. അപ്പോ കഴിഞ്ഞ സന്ദേശത്തിൽ ചിന്തിച്ച ഭാഗം ഒന്ന് വീണ്ടും ഒന്ന് പോവുക, അല്ലെങ്കിൽ പുതിയതായിട്ട് കേൾക്കുന്ന വിചാരിക്കുന്നത് എന്തോ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ എന്നൊക്കെ ചിന്തിച്ചു പോകും. അപ്പോ പെട്ടെന്ന് നമുക്ക് ആ ഭാഗം ഒന്ന് ഓടി മനസ്സിലാക്കാം. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. എന്തിനാണ് ഈ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്? ദൈവത്തിന്റെ സൃഷ്ടിപ്പിനും പരിപാലനത്തിനും വേണ്ടിയാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പ് അനേക എപ്പിസോഡുകൾ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ നമ്മൾ കേട്ടു, മനസ്സിലാക്കി. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് ചിന്തിക്കുന്നു. അപ്പോ ഇന്ന് ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പം മനുഷ്യര് മനസ്സിലാക്കിയിരിക്കുന്നത് ഏകസത്യദൈവമെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ്
എന്ന് മനസ്സിലാക്കി. യേശുക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കൺഫ്യൂഷനെ കൊണ്ടിരുന്നതാണ്. പിതാവ് മാത്രമേ ഉള്ളൂ ഏകസത്യദൈവം യേശു പറഞ്ഞു. യേശു ഒരിക്കലും നുണ പറയുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങള് കർത്താവ് എന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തന്നത്? ഇതാ കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടു. എന്താണ് സംഭവം? ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. അല്ലാണ്ട് ഒരു ഡിനോമിനേഷന്റെ അവരുടെ വാദം സ്ഥാപിക്കാനോ വേറൊരാളുടെ തളർത്തിയിടാനോ ഒന്നുമല്ല. അതിലേക്കൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഇത് സത്യമാണ് തോന്നിക്കുന്നതെങ്കിൽ ഏറ്റെടുക്കുക. ഇത് തരുന്നതിന്റെ ഉദ്ദേശം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാനാണ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, അല്ലാണ്ട് ഗ്രൂപ്പുകാരനും സംഘടനക്കാരനാകാനാണ്. അപ്പൊ ഇവിടെ പറയുന്ന ആ സംഭവം ദൈവ പ്രവർത്തനത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ അതിനുള്ളിൽ ഏകസത്യദൈവം പിതാവ് മാത്രമാണ്. മറ്റ് രണ്ട് പിതാവിന്റെ ഭാഗങ്ങളാണ്. എപ്പോഴും മനസ്സിലാകും. ഇത് മനസ്സിലാക്കുവാൻ നമ്മൾ പെട്ടെന്ന് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കർത്താവ് തന്ന ഒരു ഉപമ ആണ് നാളികേരം, തേങ്ങ. ആ തെങ്ങിൽ കിടക്കുന്ന തേങ്ങ താഴെ നോക്കിയാൽ ഇതാ കാണുന്നത് ഒരു തേങ്ങയാണ്. ആ പച്ച കളറുള്ള തേങ്ങ. ഇതേപോലെ താഴെ ഔട്ട്സൈഡ് വ്യൂ, ലോവർ വ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ ദൈവത്തെ വചനത്തിലൂടെ നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയാവുന്നത് ഇതാ ആ തേങ്ങ കാണുന്നത് പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. എന്നാൽ ആ തേങ്ങയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ തേങ്ങയുടെ ഉള്ളിൽ എല്ലാം തേങ്ങയല്ല. അതിലെ തേങ്ങ വെള്ളം തേങ്ങയല്ല, അതിന്റെ തൊണ്ട് തേങ്ങയല്ല. പിന്നെ എന്തുമാത്രം തേങ്ങയുള്ളൂ? അതിന്റെ വെള്ളം മാത്രം തേങ്ങയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ഗോഡ് ഹെഡിലേക്ക് നമുക്ക് ഇവിടെ കാണാം. തേങ്ങയിൽ തേങ്ങ വെള്ളം, തൊണ്ട് എന്നിവയുണ്ട്. എന്നാൽ അതിൽ തേങ്ങ വെള്ളം മാത്രമാണ്. ആ വെളുത്തിരിക്കുന്ന വെള്ളം മാത്രമാണ്. മറ്റു രണ്ട് തേങ്ങയുടെ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയ ചിന്ത ദൈവപ്രവർത്തനത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ അതിനുള്ളിൽ ഏകസത്യ ദൈവം പിതാവ് മാത്രമാണ്. മറ്റു രണ്ട് പിതാവിന്റെ ഭാഗങ്ങളാണ്. ഇനി നമ്മളുമായിട്ടുള്ള ബന്ധം ഇതേ രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്. നമ്മള് 3 ഭാഗങ്ങളാണ്: സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഇതില് ദൈവപുത്രൻ സ്പിരിറ്റ് മാത്രമാണ്, ദേഹിയും ശരീരവുമല്ല. ദൈവപുത്രൻ ആത്മാവ് മാത്രമാണ്, ദേഹി ശരീരവുമല്ല. അപ്പൊ ഈ ദേഹി ശരീരവും ആത്മാവിന്റെ ഭാഗങ്ങളാണ്, ആ ദൈവപുത്രന്റെ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. ഇവിടുന്ന് കിട്ടിയതെങ്ങനെ? ഹല്ലേലൂയ. ഇനി മനുഷ്യനെ കുറിച്ച് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതുപോലെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഇതില് മനുഷ്യൻ എന്ന് പറയുന്ന ദേഹി മാത്രമാണ്. 32:7 മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ മറ്റു രണ്ട് ആത്മാവും ശരീരവും മനുഷ്യന്റെ ഭാഗങ്ങളാണ്. പക്ഷെ ആ മനുഷ്യനെയാണ് ദൈവപുത്രൻ എന്നുള്ള നിലയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏത് മനുഷ്യർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തു. ആ ദൈവപുത്രൻ എന്ന് പറയുന്നത് ആത്മാവ് മാത്രമാണ്. അപ്പോ ദേഹി ശരീരവും ആ ദൈവപുത്രനായ ആത്മാവിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത പ്രവർത്തനമുണ്ട്. അപ്പൊ ഇത് നാം ദൈവത്തിൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ദൈവപ്രവൃത്തി നമ്മൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആ പ്രിയ മക്കളെന്നതുപോലെ നമ്മളെ ദൈവത്തെ അനുകരിക്കാനാണ് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോ താൻ മനസ്സിലാക്കാത്ത കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല. കാർ ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി കാർ ഓടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കാർ ഓടിക്കുക? അപ്പോ നമ്മൾക്ക് ഈ നമ്മളുടെ പ്രവർത്തന രീതി മനസ്സിലാക്കാം. ദൈവത്തിന്റെ പ്രവർത്തന രീതി തന്നെയാണ് നമ്മുടെയും പ്രവർത്തന രീതി. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ഇതിനു വേണ്ടിയാണ് നാം ഇത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഇതാ നമ്മള് മനസ്സിലാക്കിയ ആ ചിന്തകളാണ് നിങ്ങൾ കഴിഞ്ഞ സന്ദേശത്തിലൊക്കെ നിങ്ങൾ കേട്ടു. അപ്പൊ ഞാൻ ഇവിടെ ഇതാ അവികലമായി കിടക്കുന്ന ഈ ലോകത്തിലെ ചിന്തകൾ, ദൈവസങ്കല്പങ്ങള് അതൊക്കെ മാറ്റിയിട്ട് ബൈബിൾ എന്താണോ അനുശാസിക്കുന്നത്, ആത്മാവ് എന്താണോ നമുക്ക് ബൈബിളിലൂടെ പറഞ്ഞു തരുന്നത്, ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്തെടുക്കാൻ റോഡ് ക്ലിയർ ആക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുൾഡോസർ കൊണ്ട് വീണ് കിടക്കുന്ന പാറയൊക്കെ മാറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഗോഡ് ഹെഡ് എന്ന് പറയുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് ഈ ഗോഡ് ഹെഡ് പൂർണ്ണമായി എന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഉള്ളിൽ ഗോഡ് ഹെഡ് ഉണ്ടായിരുന്നു. എന്റെ ഉള്ളിൽ ഗോഡ് ഹെഡ് ഉണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതിന് എനിക്ക് ദൈവം തന്നൊരു ചിത്രമാണ് നിങ്ങളെ കാണുന്നത്. എന്റെ മുഖം നിങ്ങൾക്ക് അതിൽ കാണാം. ചുറ്റും ദൂതന്മാർ നിൽക്കുന്ന ഒരു കാഴ്ച കാണാം.
ഹല്ലേലൂയ. കാരണം എന്റെ അപ്പൻ എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന സംരക്ഷണ സേനയാണ് അതൊക്കെ. ദൈവത്തിന്റെ വചനം പറയുന്നു, കാരണം സ്വർഗത്തിൽ നമ്മുടെ ദൂതന്മാർ എപ്പോഴും തന്നെ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും നമുക്ക് ദൂതന്മാരോട് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. അവരാണ് നമ്മുടെ കാലെ കഞ്ഞി തെറ്റിപ്പോകാതിരിക്കുവാൻ കാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സർക്കിൾ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ സർക്കിളിന്റെ ഉള്ളില് ഒരു ഓവൽ ഷേപ്പ്. ഇതാ ഗോഡ് സെന്ററിൽ ഇട്ടിരിക്കുന്നു. അതിന് മൊത്തത്തിൽ ഗോഡ് ഹെഡ് എന്ന് പേരിട്ടിരിക്കുന്നു. നടുവിൽ ഗോഡ്, ഇടയ്ക്ക് ലെഫ്റ്റ് റൈറ്റ് ഇതാ യേശുവിന്റെ ഇത്രവും കാണാം. ഒരു പ്രാവ്, പരിശുദ്ധാത്മാവിനെ റെപ്രസെന്റ് ചെയ്ത പ്രാവിന്റെ ഇത്രവും കാണാം. അപ്പോ എന്താണ് ഈ ഗോഡ് ഹെഡിൽ എന്താണ് സംഭവിക്കുന്നത്? അതില് ദൈവം ഗോഡ് ഹെഡ്, അതില് ദൈവം ഗോഡ് എന്നിരിക്കുന്നത് അത് ഏകമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് വചനവും, അതായത് യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും. യേശു ക്രിസ്തുവാണ് അതിന്റെ മാനേജിങ് ഹാൻഡ്, പരിശുദ്ധാത്മാവാണ് അതിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡ്. ഇത് നമ്മളിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ദൈവപുത്രൻ എന്നുള്ള നമ്മുടെ സ്ട്രക്ചറിൽ ദൈവപുത്രൻ ആത്മാവാണ്, നമ്മുടെ സോളാണ് അതിന്റെ മാനേജിങ് ഹാൻഡ്. യേശുവിന്റെ സ്ഥാനത്ത് നമ്മുടെ സോള്, നമ്മുടെ ഹൃദയം വരും മാനേജിങ് ഹാൻഡ്. അപ്പൊ തന്നെ ശരീരമോ അത് മാനിഫെസ്റ്റിംഗ് ഹാൻഡ്. മനസ്സിലാവുന്നുണ്ടോ? അല്ല, മാനേജിങ് ഹാൻഡ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ കാര്യസ്ഥത ചെയ്യുന്നത്. മാനിഫെസ്റ്റിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് വെളിപ്പെടുന്നത്. നമുക്കൊരു ചിന്തയുണ്ട്, ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്. എവിടെ നിന്ന് കിട്ടി? ആത്മാവിൽ നിന്ന് കിട്ടി. ആ ഹൃദയത്തിൽ ഒരു ചിന്തയായിട്ടിരുന്നാൽ വെളിപ്പെടത്തില്ല. പക്ഷെ ഉടനെ തന്നെ അത് വെളിപ്പെടുമ്പോ പെട്ടെന്ന് ഞാനിപ്പോ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിച്ചു. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്റെ ഹൃദയത്തിൽ എന്റെ ചിന്ത എന്തായിരുന്നു? ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിക്കണം. എപ്പോഴും അങ്ങനെ വെളിപ്പെട്ടെ? ശരീരത്തിലൂടെ ചെയ്തപ്പോ. അപ്പൊ ശരീരം അതിനെ വെളിപ്പെടുത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ദൈവത്തിന്റെ പ്രവർത്തനം ഇതേപോലെ തന്നെയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം ഈ കാര്യങ്ങളെ കഴിഞ്ഞ സന്ദേശത്തിൽ മനസ്സിലാക്കി. 12 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായ കാര്യമുണ്ട്. ദൈവത്തിന്റെ ഭാഗത്താണ് ഓപ്പറേഷൻ, യേശുക്രിസ്തുവിന്റെ ഭാഗത്താണ് അഡ്മിനിസ്ട്രേഷൻ, പരിശുദ്ധാത്മാവിന്റെ ഭാഗത്താണ് മാനിഫെസ്റ്റേഷൻ. ഹല്ലേലൂയ. KJV വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതേ വേർഡുകൾ തന്നെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ അവിടെ നിന്ന് വിട്ടു പോവുകയാണ് താഴേക്ക്. തുടർന്ന് ദൈവത്തിന്റെ സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശു ക്രിസ്തു നേരത്തെ പിതാവിലായിരുന്നു, യേശു ക്രിസ്തു നേരത്തെ ദൈവത്തിലായിരുന്നു, ദൈവമായിരുന്നു. എപ്പോഴാണ്? എറ്റേണൽ പാസ്റ്റ്, അനാദിനിത്യതയിൽ. ഹല്ലേലൂയ. അനാദിനിത്യതയിൽ ദൈവത്തിലായിരുന്നു, ദൈവമായിരുന്നു. വേർഡ് വാസ് ഗോഡ്, വചനം ദൈവമായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ 3 പീരീഡ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. എറ്റേണിറ്റി നിത്യത, എറ്റേണിറ്റി പാസ്റ്റ്, അതായത് അനാദിയായി ശാശ്വതമായി ദൈവ നിയോജനം കേട്ടിട്ടില്ലേ? അനാദിയായി, അതായത് ആദിക്ക് മുമ്പുള്ള സമയമാണ് അനാദി. ആദി എന്ന് പറഞ്ഞാൽ ബിഗിനിങ്. ഇനി ബിഗിനിങ്, ആദി, ഇത് അനാദിയാണ്. എറ്റേണിറ്റി പാസ്റ്റ്, ബിഗിനിങ് ആദിയാണ്. പിന്നെ ടൈം, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണ് സമയം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ 3 മേജർ പൊസിഷനുകളാണ്. ഗോഡ്, സോഴ്സ് റിലത്തിലായിരുന്നു യേശു ക്രിസ്തു, ദൈവത്തിലായിരുന്നു, ദൈവത്തോടു കൂടെ ആയിരുന്നു, ദൈവത്തിലായിരുന്നു, സോഴ്സ് റിലം. എന്നാൽ ബിഗിനിങ് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് സൃഷ്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ദൈവം ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ ചെയ്തു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാ പറയുന്നത്. യേശുവിനെ കുറിച്ച് പറയുന്നത് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഹല്ലേലൂയ. ഈ തന്നെത്താൻ ഒഴിച്ചു. തന്മാർ എന്താ ഒഴിച്ച? ദൈവത്തിൽ നിന്നുള്ള സ്ഥാനത്തെ താൻ ഒഴിച്ചു. അതായത് സോഴ്സിൽ നിന്ന് തന്നെ ഒഴിച്ചു. താൻ സോഴ്സ്, കാരണഭൂതൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? സൃഷ്ടിപ്പിനും പരിപാലനത്തിനും വേണ്ടി. ഹല്ലേലൂയ. തുടർന്ന് ദൈവം ദൈവപുത്രനെ ഒരുക്കുകയായിരുന്നു. ഇതാണ് 2-ാം സങ്കീർത്തനം പറയുന്നത്, നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ജന്മം നൽകിയിരിക്കും. അങ്ങനെ ദൈവത്തിന്റെ ഏകജാതനായി യേശു ക്രിസ്തു ജന്മമെടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള സംഭവമാണ്. അപ്പോ തുടർന്ന് അന്ന് വേർഡ് സൺ ഓഫ് ഗോഡ്. അപ്പൊ എന്ത് സംഭവിച്ചു? സോഴ്സിൽ നിന്ന് താൻ സോഴ്സിലേക്ക് മാറി. ഇനി താൻ പിതാവിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് താൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോ പിതാവ് പുത്രനിലൂടെ യേശു ക്രിസ്തുവിലൂടെ തുടർന്ന് സകല സൃഷ്ടികർമ്മവും ചെയ്യുകയാണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്നോടുകൂടി ഉണ്ടായിരുന്ന മഹത്വത്തിൽ. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ്, എപ്പോഴാണ് ലോകം സ്ഥാപിച്ചത്? ആദിയിലാണ്. അതിനു മുമ്പ് എനിക്ക് നിന്നോടുകൂടി ഉണ്ടായിരുന്ന മഹത്വം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ സകലം സൃഷ്ടിച്ചു. എന്നാൽ സമയത്തിൽ മനുഷ്യരായി നമ്മളെ സൃഷ്ടിച്ചപ്പോൾ സന്ധ്യ വിശ്വസായി 1-ാം ദിവസം കേട്ടിട്ടില്ലേ? അപ്പൊ സമയം ആരംഭിക്കുക. ആ സമയത്തിലേക്ക് കടന്നു വന്നപ്പോൾ തുടർന്ന് മനുഷ്യരുമായുള്ള ബന്ധത്തിൽ മനുഷ്യർ വീണുപോയ മനുഷ്യരെ റിഡീം ചെയ്യുവാൻ, റീസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം ഉൽപ്പത്തി 3:15 ദൈവത്തിന്റെ വാഗ്ദത്ത വചനവുമായുള്ള ബന്ധത്തിൽ ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുകയാണ്. ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മോട് വസിക്കണം.
ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുകയാണ്. അപ്പൊ ഈ വചനം മാംസമായ വ്യക്തിയുടെ ഉള്ളിൽ ആരുണ്ട്? ദൈവം വസിക്കുന്നുണ്ട്. എല്ലാ ദൈവപുത്രന്മാരുടെ ഉള്ളിലും ദൈവം വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ തുടർന്ന് അത് സ്ലേവ് റിലത്തിലേക്ക്, അടിമത്ത റിലത്തിലേക്ക് കടന്നു വന്നു. മരണത്തിന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് കടന്നു വരികയാണ്. മക്കൾ ജഡത്തോടു കൂടിയുള്ളവനായാൽ അവനും അവരെ പോലെ ജഡത്തോടു കൂടിയുള്ളവനായി. അപ്പോ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കീഴിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ജീവിച്ച്, പിശാചിന്റെ കീഴിൽ, മരണത്തിന്റെ കീഴിൽ ജീവിച്ച് അപ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ തന്നെ മരണത്തിന് വിടുവിക്കുവാൻ കഴിവുള്ളവരോട് കണ്ണുനീരോടും ഭയഭക്തിയോടും കൂടെ യാചിക്കുകയാണ്. കാരണം താനിപ്പോൾ മരണത്തിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ദൈവത്തിന്റെ വചനം എബ്രായർ 5-ാം അധ്യായത്തിൽ പറയുകയാണ്, ഭയഭക്തി നിമിത്തം യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. അങ്ങനെ താൻ എന്ത് ചെയ്തു? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവവരി എന്ന മരണത്തിന് കീഴിലായവരൊക്കെ വിടുവിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ആ 3 levels ഓഫ് ഓപ്പറേഷൻ. ഹല്ലേലൂയ. നമുക്കിത് മനസ്സിലാകാതെ നമ്മൾ എന്ത് ചെയ്തു? എന്ത് പറയണം? യേശുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നതിൽ മാത്രം നമ്മൾ അവസാനിച്ചു. ഹല്ലേലൂയ. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഇപ്പോഴും വിഗ്രഹാരാധകരുടെ മനോഭാവത്തിലുള്ള കാര്യങ്ങളെ കാണുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഗോഡ്സ് ഓപ്പറേഷൻ എന്താണെന്ന് നാം മനസ്സിലാക്കുക. ഗോഡ്സ് ഓപ്പറേഷൻ മനസ്സിലാക്കുക. ഇനി നാം കഴിഞ്ഞ സന്ദേശത്തിലൊക്കെ നമ്മൾ കേട്ടതാ അല്ലെ? ഇനി കഴിഞ്ഞ സന്ദേശം കേൾക്കാത്ത ഭാഗത്തേക്ക് കടന്നു വരിക. ഇവിടുത്തെ ഗോഡ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ നമ്മളെ ദൈവവുമായിട്ട് ഒന്നാക്കണം. അപ്പൊ ക്രിസ്തു അതിന്റെ ഇടയിൽ മധ്യസ്ഥനായിട്ട് നിൽക്കും. അല്ലെങ്കിൽ അപ്പൊ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നാലും പെട്ടെന്ന് ആത്മോണ്ടത്തിലെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതൊക്കെ കാണാത്ത കാര്യങ്ങളാണ്. കാണാത്തത് നിത്യവും കാണുന്ന താൽക്കാലികമാണല്ലോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായി ബന്ധത്തില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ ഇവിടെ ഗോഡ് സ്ക്രീനിൽ കാണാം. അപ്പൊ തന്നെ ഇതാ ക്രൈസ്റ്റ്, ദ വേൾഡ്, ഒരു സൺ ഓഫ് ഗോഡ്. ഇതാ നമ്മൾ മനുഷ്യർ. ഇനി പരിശുദ്ധാത്മാവ് എപ്പോഴും ഉത്ഭവിക്കുന്നത് പിതാവിൽ നിന്നാണ് കേട്ടോ. ആ ദൈവസിംഹാസനത്തിന്റെ കീഴിലുള്ള നദി അതിനെയാണ് കാണുന്നത്. തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ആ ഉത്ഭവം അവിടെ നിന്ന് ആരംഭിക്കുന്നു, ക്രിസ്തുവിലേക്ക് അത് കടന്നു വരുന്നു, വചനത്തിന് ലഭിക്കുന്നു. അതായത് യോഹന്നാൻ 16-ലെ ഓപ്പറേഷൻ നമ്മൾ നേരത്തെ കേട്ടെന്നു ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഗോഡ് ഹെഡിന്റെ ഓപ്പറേഷൻ കർത്താവ് പറയാണ്, യേശു പറയാണ്, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളത്. അപ്പോ ഉള്ളതൊക്കെ ആർക്കാ? പിതാവിനാണ്. അപ്പൊ പിതാവിന് ഉള്ളതാണ് തനിക്കുള്ളത്. അപ്പൊ പിതാവിനുള്ള, അപ്പനുള്ളത്, മകനുള്ളതെന്ന് പറഞ്ഞതുപോലെ പിതാവിനുള്ളതൊക്കെ തനിക്കുള്ളത്. ഇനി അവൻ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. അതെടുത്ത് വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് വായിച്ചേക്കാം. ദേവദാസനെ ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കട്ടോ, പിതാവിനുള്ളതൊക്കെ. അപ്പൊ ഉള്ളത് മുഴുവൻ ആർക്കാ? പിതാവിനാണ്. സോഴ്സ് റിലമാണ്. ഹല്ലേലൂയ. എല്ലാ നല്ല ധാന്യങ്ങളും തികഞ്ഞ മരമൊക്കെ ഉയരത്തുനിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് യാക്കോബ് 1-ൽ അല്ലേ? ഹല്ലേലൂയ. അപ്പോ ആ പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളതാ. അവൻ പരിശുദ്ധാത്മാവ് എനിക്കുള്ളതെന്ന് എടുത്ത് നിങ്ങൾക്ക്, എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. അപ്പൊ മനുഷ്യരായ നമ്മൾക്ക് തരും. അപ്പൊ എല്ലാ ടീം അംഗങ്ങൾ ഈ സ്ക്രീനിലേക്ക് വന്നിട്ടില്ലെന്ന് നോക്കി. പിതാവിനുള്ളതൊക്കെ യേശു പറയുന്നത് എനിക്കുള്ളത്. പിന്നെ അവൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എനിക്കുള്ളതെന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. അപ്പോ പ്ലേയേഴ്സ് ഒക്കെ സ്ക്രീനിലുണ്ട്. നമുക്ക് പഠിക്കാനാ ദൈവത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്. ആകെയാൾ പ്രിയ മക്കളെന്നതുപോലെ എന്നെ അനുകരിക്കാനല്ലേ കർത്താവ് പറഞ്ഞിരിക്കും. ഇനി ഇതുമായുള്ള ബന്ധത്തില് ഈ ഓപ്പറേഷനില് ദൈവപുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. വചനം മാംസമായി നമ്മളുടെ വസിച്ചു, ഒരു ശരീരത്തിൽ വന്നു. നീ എനിക്കായൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഭൂമിയിൽ പ്രവർത്തിക്കുക, ഏത് സോളിന്, ഏത് സ്പിരിറ്റിന് ഭൂമിയിൽ പ്രവർത്തിക്കാൻ ഒരു ലൈസൻസ് ആവശ്യമാണ്. വണ്ടി ഓടിക്കാൻ, കാർ ഓടിക്കാൻ ലൈസൻസ് വേണ്ടതുപോലെ ഒരു ലൈസൻസ് ആവശ്യമാണ്. ആ ലൈസൻസ് ആണ് ബോഡി, ഹ്യൂമൻ ബോഡി. മറിയയിൽ നിന്നാണ് ആ ബോഡി സ്വീകരിച്ചത്. ആ ബോഡി, നീ എനിക്ക് ഒരു ശരീരം ഒരുക്കുന്നത്, ആ ബോഡിയിലേക്ക് വചനമാകുന്ന ദൈവപുത്രൻ, ആത്മാവ് ദൈവപുത്രൻ ആ ബോഡിയിലേക്ക് വന്നു. ആ ബോഡിയിലേക്ക് വന്നപ്പോ ആ ദൈവപുത്രന്റെ ഉള്ളിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഭൂമിയിലേക്ക് വരികയാണ്. ഇതുകൊണ്ടാണ് ദൈവപുത്രനെ കുറിച്ച് പറയുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് നാം വിളിക്കുമ്പോൾ. അപ്പോ ശ്രദ്ധിച്ചേ, ദൈവം, നിങ്ങൾക്ക് സ്ക്രീൻ കാണാം, ഇത് ദൈവം,
യേശുവിലൂടെ ആരെ താഴേക്ക് വന്നെങ്ങനെയുണ്ടോ, ബ്ലൂലൈ താഴേക്ക് വന്നെങ്ങനെയുണ്ടോ, യേശുവിലൂടെ മനുഷ്യരോടുകൂടെ താമസിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ ഉള്ളിൽ ദൈവത്തിന് താമസിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം വിശുദ്ധമായ മന്ദിരം, ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ ആലയമായി. ഇതുകൊണ്ടാണ് കഴിഞ്ഞ സന്ദേശത്ത് നാം കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യോഹന്നാൻ 8:16, 8:26, അതോടൊപ്പം തന്നെ യോഹന്നാൻ 16:32 ഒക്കെ ദൈവത്തിന്റെ വചനം പറയുന്ന നാം കഴിഞ്ഞ സന്ദേശത്ത് കേട്ടില്ലേ? എന്താണ് കഴിഞ്ഞ സന്ദേശത്ത് നാം കേട്ടോ? പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല, പല വേറെ എവിടെയെങ്കിലും പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് വായിക്കാം. അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവം, യേശു പറയാണ്, ദൈവം എന്നിൽ വസിച്ച് എന്നിലൂടെ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു, ദൈവം എപ്പോഴും എന്റെ കൂടെ ഉണ്ട്, എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്നൊക്കെയുള്ള ആ സന്ദേശം ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ യോഹന്നാൻ 14:10 ഒക്കെ നമുക്കവിടെ കാണാം, ദൈവം എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പൊ ദൈവപുത്രന്മാരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ 8:16 വായിച്ചു. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എന്റെ വിധി സത്യമാകുന്നു. അപ്പോ ശ്രദ്ധിച്ചാട്ടെ, അവിടെ പറയാണ്, ഞാൻ ഏകനല്ല. ദൈവപുത്രന്മാർ മനസ്സിലാക്കിയാട്ടെ, നമ്മൾ ഏകനല്ല. ദൈവപുത്രന്മാർ മനസ്സിലാക്കുക, നമ്മൾ ഏകനല്ല. ഹല്ലേലൂയ. ഞാനും എന്നെ അയച്ച എന്റെ പിതാവും എന്റെ കൂടെയുണ്ട്. ഇതാണ് യോഹന്നാൻ 16:32 കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളൊക്കെ എന്നെ തനിച്ചാക്കി താൻ തന്നെ സ്വയത്തിലേക്ക് ഓടിപ്പോ. നമ്മുടെ പെരയാണ് സ്വയം, അതിലേക്ക് ഓടിപ്പോ. എന്നാലും ഞാൻ ഏകനല്ല, എന്നെ അയച്ച പിതാവിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ 14:10 പറയുന്നു, പിതാവ് എന്റെ ഉള്ളിൽ തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോ ഇതെല്ലാം എന്താ കാണിക്കണേ? മത്തായി 1:22 ആ തെളിവ്, ആ സാക്ഷാത്കാരമാണ് കാണിക്കുന്നത്. എന്താണ് മത്തായി 1:22? കന്യക ഗർഭിണിയായി, എടുത്ത് വായിക്കണേ, കന്യക ഗർഭിണിയായ ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ പേരെന്താണെന്നറിയാമോ? ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നാണ് വിളിക്കപ്പെടും. അപ്പൊ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ ചുമ്മാ ഒരു പേരിടാൻ വേണ്ടിയുള്ളതല്ല, അതിന് അർത്ഥമുണ്ട്. എല്ലാ ദൈവപുത്രന്മാരും ഇമ്മാനുവേല. ദൈവം മനുഷ്യരോട് ഈ ലോകത്തോട് കൂടെ. എങ്ങനെ? വിശുദ്ധമായ ആ മനുഷ്യ ആലയത്തിൽ. പക്ഷെ അങ്ങനെ ആലയങ്ങൾ ഉണ്ടാകണം. യേശുവിനെ പോലത്തെ അങ്ങനത്തെ ആലയങ്ങളായി തീരണം നമ്മൾ. ഹല്ലേലൂയ. വായിച്ചാട്ടെ മത്തായി 1:22. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പൊ ദൈവം നമ്മോട് കൂടെ. ഇപ്പൊ ശ്രദ്ധിച്ച്, ആരോ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ആരോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ്. അപ്പൊ ഈ ദൈവം യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിച്ച് ഇതാ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. മനസ്സിലായോ? ദൈവം മനുഷ്യരോട് കൂടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ ഫ്രൂട്ടിലേക്ക് എത്തണം. അല്ലാണ്ട് ചുമ്മാ ആരാധനക്കാരനായി എനിക്ക് അത് വേണേ, എനിക്ക് ഇത് വേണേ, എനിക്ക് അതിന്റെ ഉത്തരം തന്നെ, ഇതിന്റെ ഉത്തരം തന്നെ എന്നൊരു പ്രാർത്ഥനക്കാരായിട്ട് അവസാനിച്ച് പോകാനല്ല, ദൈവം നമ്മളിലൂടെ വെളിപ്പെടണം. കാരണം കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ ഇന്ന ആവശ്യങ്ങൾ നോ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങനെ രാജ്യം വരണമേ. അങ്ങനെ സംഭവിക്കുന്നു. അങ്ങയുടെ തിരികെ സ്വർഗത്തിൽ പോലെ ഭൂമിയിൽ നിറവേറുന്നു. ഹല്ലേലൂയ. ഇതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്ത് വേണം? അതിനുവേണ്ടി അങ്ങയുടെ ആഹാരം എനിക്ക് തരണം. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇതാ എന്റെ ഉള്ളിൽ എന്റെ കടങ്ങളെല്ലാം അങ്ങ് ക്ഷമിക്കുവാൻ തക്കോണം. എനിക്ക് കടപ്പെട്ടിരിക്കുന്നവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ പ്രലോഭനങ്ങൾ, ദുഷ്ടന്റെ പിടിയിൽ പെട്ടുപോയി ഞാൻ വീണു പോകാതിരിപ്പാൻ പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ടന്റെ പിടിയിൽ അതിനെ അകപ്പെടുത്തരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം അങ്ങയുടേതാണ്. Kingdom belongs to you, not belongs to devil, not belongs to any man. Hallelujah. Kingdom belongs to you. Hallelujah. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഈ യേശുവിൽ സംഭവിച്ചതുപോലെ നമ്മൾ വിശുദ്ധ പാത്രങ്ങളായിരിക്കണം. ഇതുകൊണ്ട് ദൈവത്തിന് പറയുന്ന ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. പ്രിയ സഹോദരികളെ, ഇനി ഇതായിരുന്നു യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യം നടന്നില്ലായിരുന്നു.
യേശു ക്രിസ്തുവിന്റെ ആ പദ്ധതി എന്ന് പറയുന്നത് സ്വർഗവും ഭൂമി ഒന്നാക്കിയാണ്. എഫേസ്യർ 1:9-10 ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒന്ന് എടുക്കണേ. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം, ഒരു മർമ്മമാണിത്. എന്താണ് ആ മർമ്മം? ആ മർമ്മം എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കണം. രണ്ടായിപ്പോയി. ആദത്തിന്റെ പാപത്തിലൂടെ, പിശാച് സൂത്രത്തിലൂടെ അത് രണ്ടാക്കി കളഞ്ഞു. സ്വർഗവും ഭൂമിയും ഒന്നാക്കി തീർക്കണം. ഹല്ലേലൂയ. പക്ഷേ ഇപ്പോ ഭൂമി സ്വർഗവുമായിട്ട് ഒന്നായിട്ടില്ല. യേശു ക്രിസ്തുവിനെ വരവെങ്കിൽ സ്വർഗം ഭൂമിയിലേക്ക് ഒന്നാകാൻ വേണ്ടി വന്നു. ദൈവം മനുഷ്യരോടുകൂടെ വന്നു. പക്ഷെ മനുഷ്യർ ദൈവത്തോടുകൂടെ ആയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. നല്ലൊരു ബന്ധം. ഹല്ലേലൂയ. അപ്പൊ രണ്ടും കൂടെ ഒന്നായി തീരണം. അപ്പൊ ഒന്ന് വായിച്ചു. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിനു തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. അപ്പൊ കാലസമ്പൂർണതയിലെ വ്യവസ്ഥ ഇതൊരു മർമ്മമാണ്, മറഞ്ഞു കിടക്കുന്ന മിസ്റ്ററി. അത് ദൈവം നമ്മളോട് അറിയിക്കുകയാണ്. എന്താണത്? ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും ഒന്നായിത്തീരും, ദൈവവും മനുഷ്യരും ഒന്നായിത്തീരും. മനസ്സിലാവുന്നുണ്ടോ? ഈ ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത്? എപ്പോൾ ശോധന ചെയ്തോ, ഫലം വൃക്ഷത്തെ തിരിച്ചറിഞ്ഞോ? അല്ല, ക്രിസ്തു നടക്കേണ്ടതാണ്. അല്ല, ക്രിസ്തുവിനെ ദൈവമാക്കി വെച്ച് ആരാധിക്കാനല്ല ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മൾ തെറ്റായ വഴിയിലേക്ക് ആരൊക്കെയോ കൊണ്ടുപോയി. അതല്ല ദൈവം, ആ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് എപ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ക്രിസ്തു നടക്കേണ്ട സംഭവം എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും ദൈവവും മനുഷ്യരും ക്രിസ്തുവിൽ ഒന്നായി തീർന്നു. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത് ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ഒരേ ഒരു മധ്യസ്ഥൻ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. അപ്പൊ ഈ മധ്യസ്ഥന യേശുവിലൂടെ സ്വർഗവും ഭൂമിയോട് ഒന്നായി തീരണം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതിനുവേണ്ടി ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ, ഇപ്പൊ സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് വന്നു. ദൈവം മനുഷ്യരോട് കൂടെ എങ്ങനെ? ക്രിസ്തുവിൽ വന്നു. ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്നത് ആരാ? ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞ് ദൈവം എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ മണ്ഡലവുമായിട്ടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ വൺ വേ കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു ഭാഗത്ത് ഒരു റോഡ് വെട്ടി, ആ റോഡ് എന്ന് പറയുന്നത് വൺ വേ ആണ്. അപ്പോ യേശുക്രിസ്തു ഭൂമിയിലൂടെ ആയിരിക്കുന്ന സമയത്ത് ഇത് റോഡ് മുഴുവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള റോഡ് വൺ വേ ആണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ യേശുക്രിസ്തു കാൽവരിയിലൂടെ ആ വൺ വേനെ ടു വേ ആക്കാൻ പോവുകയാണ്. പെട്ടെന്ന് മനസ്സിലാവും, ലോകത്തിന്റെ ഭാഷയാണ്. അപ്പോ വൺ വേനെ ടു വേ ആക്കാൻ പോവുകയാണ്. അപ്പൊ ഇതുവരെ യേശുവിന്റെ ജീവിതത്തിൽ അതുവരെ വൺ വേ ആയിരുന്നു. കാൽവരി ക്രൂശിലെ യാഗത്തിൽ യേശുക്രിസ്തു എന്ത് അറിയാമോ? ജീവനുള്ള ഒരു പുതിയ വഴി എന്നോ. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു വഴിയായിരുന്നു യേശു വന്നപ്പോ. ഇതാ ദൈവം മനുഷ്യരോട് കൂടെ. ഇനി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു വഴി തുറക്കാൻ പോവാണ് മനുഷ്യർ ദൈവത്തോട്. സന്തോഷമുണ്ടോ? നേരത്തെ ദൈവം മനുഷ്യരോട് കൂടെ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ ദൈവം മനുഷ്യരോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലിന്റെ പേരുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തോടെ പുതിയ റോഡ് തുറന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാം? മനുഷ്യർ ദൈവത്തോടെ ആയിരിക്കാനുള്ള പുതിയ റോഡ്. അതാണ് പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി, ദൈവോത്തരന്മാരുടെ പുതിയ സൃഷ്ടി. കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ദൈവത്തിന്റെ വചനം ഹെബ്രായ ലേഖനം 10:19 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ജീവനുള്ള പുതിയ വഴി യേശു ക്രിസ്തു തുറന്നു. ഹല്ലേലൂയ. ഒരുവരും കഴിയാത്തൊരു സംഭവം യേശു ചെയ്തു. ഹല്ലേലൂയ. ജീവനുള്ള പുതിയ വഴി. എടുത്തിങ്ങനെ വായിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ. ശ്രദ്ധിച്ച്, നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴി. എന്തിനാ പുതിയ വഴി? മനുഷ്യർ ദൈവത്തോടു കൂടെ ആകാൻ. മനുഷ്യർ ദൈവത്തോടു കൂടെ ആകാൻ പുതിയ വഴി. വചനം മാംസമായി നമ്മളോട് വസിച്ചപ്പോ ദൈവം മനുഷ്യരോട് കൂടിയാകാനുള്ള വഴിയാണ് യേശു ക്രിസ്തുവിനോട് തുറന്നത്. യേശു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ജീവനുള്ള പുതുവഴി തുറന്നത് മനുഷ്യർ ദൈവത്തോടു കൂടെ ആകാൻ. ഇത് രണ്ടും ക്ലിയർ ആയാൽ സ്വർഗം ഭൂമി ഒന്നിച്ചില്ലേ? എഫേസ്യർ 1:9-10 സാധിച്ചില്ലേ? യോഹന്നാൻ 12:21-23 സാധിച്ചില്ലേ? പിതാവേ, ഞാൻ അങ്ങിലും അങ്ങിലും ആയിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നായി തീരേണ്ട സംഭവം നടന്നില്ലേ? ഈ ഫലത്തിലേക്ക് വരുന്നില്ലേ? എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ വെബ്സൈറ്റിൽ പോയി www.kingdommessage.com എന്ന വെബ്സൈറ്റിൽ പോയി അവിടെ ദൈവരാജ്യ സന്ദേശങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പുസ്തകങ്ങൾ സൗജന്യമായിട്ടുണ്ട്.
നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം, വായിക്കാം. പവർ പോയിന്റ് പ്രസന്റേഷനുള്ള ചിത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വന്നാൽ ഇത് ഈ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോ ഇതാ ഒരു വൺ വേ റോഡിനെ സ്പിരിച്വൽ റോഡുകളാണ് ഈ പറയുന്നത്. നിങ്ങൾ അതിന് ഭൗതിക റോഡായിട്ട് കാണരുത്. സ്പിരിച്വൽ റോഡാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് യേശുവിനോട് ഭൂമിയിലോട്ട്, ദൈവം മനുഷ്യരോട് കൂടെ. കാൽവരി ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ പുതിയ സൃഷ്ടികർമ്മം ഇതാണ്. എഫെസ്യർ 2-ാം അധ്യായം 15 താഴേക്ക് വായിക്കുമ്പോൾ കൂടെ കാണാൻ പറ്റും. ആ യേശു ക്രിസ്തു എന്താ ചെയ്തത്? ഇരുപക്ഷത്തെയും യഹൂദന്മാരെയും ജാതികളെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. പുതു മനുഷ്യനാക്കി. അങ്ങനെ പുതു മനുഷ്യനെ സൃഷ്ടിച്ചതിലൂടെയാണ് ഈ ജീവനുള്ള പുതിയ വഴി തുറന്നത്. അങ്ങനെ മനുഷ്യർ ദൈവത്തോടു കൂടിയായി. മനസ്സിലായോ? അപ്പോ ഈ രണ്ട് ഭാഗവും നമ്മുടെ ജീവിതത്തിൽ ഇതാ men are with God or humans are with God. മനുഷ്യർ ദൈവത്തോടു കൂടെയാണ്. ഇതാ ഇപ്പൊ സിംഗിൾ വേ ഡബിൾ വേ ആയത് കാണാം. ഇതുവരെ സിംഗിൾ വേ ആയിരുന്ന സംഭവം ഇവിടെയൊക്കെ സിംഗിൾ ആയിരുന്നു വഴി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാത്രമേ ഉള്ളൂ വഴി. എന്നാൽ ഇവിടെ വന്നപ്പോ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൂടി വഴി, രണ്ട് വഴിയായി. ദൈവപുത്രന്മാർ ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പോ ഇവരെ ദൈവപുത്രന്മാരാക്കിയ ആ തലം ഇതാ അവരെ ദൈവത്തിൽ വസിക്കാൻ ഇടയാക്കുന്നു. പുതിയ സൃഷ്ടിയിൽ ദൈവത്തിൽ വസിക്കാൻ ഇടയാക്കും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സംഭവം നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കി. എഫെസ്യർ ലേഖനം 2:15 മുതൽ വായിച്ചു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഇരുപക്ഷത്തെ, അതായത് മനുഷ്യരെ മുഴുവൻ, യഹൂദന്മാരെയും യവനന്മാരെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കണം. അപ്പൊ ദൈവവുമായിട്ട് ഒന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെയൊക്കെ യേശു ക്രിസ്തുവിനുള്ള ലക്ഷ്യം എന്താ? മനുഷ്യരെ ദൈവത്തോട് ഒന്നാക്കാനല്ല, യേശു ദൈവമായിട്ട് ആരാധന അവസാനിപ്പിക്കാനല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ബൈബിളിൽ പറഞ്ഞ ഈ ലക്ഷ്യം വിട്ട് നമ്മളെ ആരാ ശുദ്ധരം ചെയ്ത് മയക്കിയത് കഴിഞ്ഞ നാളുകളിൽ? അപ്പൊ പ്രിയ സഹോദരികളെ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം. ഏക ശരീരത്തിൽ ആ പുതിയ സൃഷ്ടി ക്രിസ്തു എന്ന ഏക ശരീരത്തിൽ നമ്മളെ ദൈവവുമായിട്ട് ഒന്നാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതാണ് നമ്മൾക്ക് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ സംഭവം നമ്മുടെ ഉള്ളിൽ നടന്നിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നവരായി. കാരണം നമ്മുടെ വാസം പിന്നെ യോഹന്നാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട് എന്റെ പുത്രനായ ക്രിസ്തുവിനോട് കൂടെയാണ്. കാരണം നമ്മളവിടെ ആ പുതിയ സൃഷ്ടിപ്പ് നടന്നു പറഞ്ഞില്ലേ? പുതിയ സൃഷ്ടിപ്പ് നിങ്ങൾക്ക് കാണാം. പുതിയ ആളുകൾ വന്നേക്കണം കേട്ടോ. പുതിയ ആളുകൾ വന്നിരിക്കും. ദൈവത്തിൽ ഒന്ന് രണ്ട് വെള്ളം ഉടുപ്പിട്ട ഇത് ദൈവപുത്രന്മാരുടെ സങ്കല്പത്തിന് വേണ്ടി വരച്ചതാട്ടോ. ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ദൈവപുത്രന്മാര്. അപ്പോ പുതിയ സൃഷ്ടികൾ കാൽവരി ക്രൂശിലൂടെ ഉണ്ടായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ കാണാം, പുതിയ സൃഷ്ടി കാൽവരി ക്രൂശിൽ ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ എല്ലാം പുതിയ സൃഷ്ടിപ്പ്, ഇത് പഴയ സൃഷ്ടിയായി താഴെ കാണുന്നത് കേട്ടോ, കറുത്ത് കാണുന്നില്ല, ഇത് പഴയ സൃഷ്ടിപ്പാണ്. എന്നാൽ നമ്മുടെ എല്ലാം പുതിയ സൃഷ്ടിപ്പ് ക്രിസ്തുവിൽ സ്വർഗത്തിൽ ഉണ്ടായി കഴിഞ്ഞു. സ്വർഗത്തിൽ ഉണ്ടായി കഴിഞ്ഞു. ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അതേ പുതിയ സൃഷ്ടികളായിരിക്കുന്നുവെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല, സെമത്തേരി കൊണ്ട് തീർന്നതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പേൻ. ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പേൻ. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ഇനി സ്വർഗീയ പൗരന്മാരാണ്, പുതിയ സൃഷ്ടികളാണ്. ഈ കാണുന്ന കറുത്ത എല്ലാവർക്കും ഇവർക്ക് റേഷൻ കാർഡ് ഉണ്ട്, ചിലർക്ക് പാസ്പോർട്ട് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയുള്ളവർക്ക് റേഷൻ കാർഡ് ഇല്ല, പാസ്പോർട്ട് ഇല്ല, ആധാർ കാർഡ് ഇല്ല. പക്ഷെ സ്വർഗത്തിലെ പൗരത്വം. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിലെ പൗരത്വം അതൊരിക്കലും തീരാത്ത പൗരത്വമാണ്. അവിടെയാണ് നമ്മൾ വേണ്ടി ജനിച്ചത്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ യേശുവിനെ ദൈവമായിട്ട് ആരാധിച്ച് അവസാനിപ്പിച്ച് വിഗ്രഹാരാധന മനോഭാവം. നോ 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 നോ. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുക. ഹല്ലേലൂയ. ആ ദൈവത്തിന് കർത്താവ് പറഞ്ഞില്ലേ, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കും, ഞാനും പ്രവർത്തിക്കുന്നു. നമ്മളോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളത് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. അപ്പൊ ദൈവപുത്രന്മാർ, ഈ ദൈവപുത്രന്മാർ സമത്തേരി മരണം കീഴടക്കുന്നത്, അതായത് മരണത്തിന്റെ മുകളിലാണ്. അതാണ് പുതിയ സൃഷ്ടികൾ. അപ്പൊ ഈ ഒരു തലം പുതിയ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് തുടർന്ന് മനുഷ്യരോടുകൂടെ ദൈവവും ദൈവത്തോടുകൂടെ മനുഷ്യരുമാകുന്ന ഇത് ഒന്നായി തീർന്ന ശുശ്രൂഷ വരണം. നിങ്ങൾ നോക്കി, ഇവിടെ ദൈവം, ക്രിസ്തു, പരിശുദ്ധാത്മാവ്. അപ്പോ എന്തോ സംഭവിക്കണേ? ഇവിടെ ഈ ദൈവത്തിന്റെ ഭാഗത്താണ് നമ്മുടെ സ്പിരിറ്റ്. ഇതുകൊണ്ട് നമ്മൾ നേരത്തെ പാട്ട് കേട്ടില്ലേ,
ആത്മാവിൽ വസിക്കുന്ന ദൈവമേ, ഹൃദയത്തിൽ രാജാവ് ക്രിസ്തുവേ, ശരീരത്തിൽ ഒഴുകുന്ന ശുദ്ധാത്മാവേ, സമ്പൂർണമായ അങ്ങേ ആലയം ഞാൻ, സമ്പൂർണമായ അങ്ങേ ആലയം ഞാൻ. ആനന്ദം ആനന്ദം ഈ വാസമേ, 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 ആനന്ദം ആനന്ദം ഈ വാസമേ. കണ്ടോ, ഒരു സർക്കിൾ ഇട്ടെങ്ങനെയാണോ? സർക്കിൾ ഇട്ടെങ്ങനെയാണോ? ഇതിന്റെ 3 ഭാഗം നോക്കിയേ. ദൈവത്തിന്റെ സ്ഥാനം നമ്മുടെ സ്പിരിറ്റ്, ആത്മാവ്. സോളില്, ഹൃദയത്തിൽ കർത്താവ് യേശു. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വചനം കേട്ടിട്ടുണ്ടോ? കർത്താവ് യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി കർത്താവായി മഹത്വീകരിച്ചു. കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇനി ദൈവ ശരീരത്തിന്റെ മാതൃകയോ പരിശുദ്ധാത്മാവോ? നിങ്ങളുടെ മർത്യ ശരീരം ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയം നിങ്ങൾ അറിയുന്നില്ലയോ? സെയിം എക്സാക്ട് ദൈവ പ്രവർത്തനം അതേപോലെ തന്നെ നമ്മളിലൂടെ നിലനിർത്തുക. ദൈവം സോഴ്സ് ആണ്, അവിടുന്ന് സ്പിരിറ്റ്, അവിടെ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. ക്രിസ്തു റിസോഴ്സ് ആണ്. ആ പിതാവിൽ നിന്ന് സ്വീകരിച്ച് ഇതോടെ കഥ പറഞ്ഞത് എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. പിതാവ് എന്താണോ ചെയ്യുന്നത് ഞാൻ അതേപോലെ ചെയ്യും. പക്ഷെ നമുക്ക് പറ്റിയ എറർ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ സോഴ്സ് ആയിട്ട് കണ്ടു. ഹല്ലേലൂയ. സോഴ്സ് ആയിട്ട്. അതുകൊണ്ട് എന്ത് പറ്റി? അതിന്റെ ഫുൾ ദൈവത്തിന്റെ ഫുൾ ബ്ലെസ്സിങ് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ക്രിസ്തു പറയുന്നത് എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ പറയുന്നത് ക്രിസ്തുവിനെല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ ക്രിസ്തു പറയുന്നത് എന്റെ പിതാവ്, ആ പിതാവ് കാണിച്ചു തരുന്നത് അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ പിതാവ് സോഴ്സ് ആണ്, പുത്രൻ റിസോഴ്സ് ആണ്. അതായത് പുത്രൻ മുഖാന്തരമാണ്, പിതാവ് കാരണഭൂതനാണ്. മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. പിതാവ് കാരണഭൂതനാണ്, പുത്രൻ മുഖാന്തരമാണ്. അതുകൊണ്ടാണ് താൻ മുഖാന്തര സകലം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ദൈവം പുത്രൻ മുഖാന്തര സകലം സൃഷ്ടിച്ചു. അപ്പോ ഈ ഗോഡ് ഹെഡിൽ കാണുന്ന ഈ രംഗം ഇതേപോലെ തന്നെയാണ് മനുഷ്യരിലും വരുന്നത്. അപ്പോ ആത്മാവ്, ദേഹി, ശരീരം. ആത്മാവിൽ ദൈവ സമ്പൂർണമായി വസിക്കുന്നു. അവിടെ നിന്ന് നാം ആത്മിക വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ മുട്ടുന്നു. ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടും. ആരുടെ? രക്ഷിക്കപ്പെട്ടവനോടാ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം തെസ്സലോനിക്ക സഭയോട് പറയുന്ന ഒരു കാര്യമാണ്. ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുകയാണ്, നീ തുറന്നു തന്നാൽ. അപ്പൊ ഓൾറെഡി രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ആ പക്ഷേ ഹൃദയത്തിൽ ആരില്ല, ക്രിസ്തുവില്ല. നീ തുറന്നാൽ ഞാൻ അകത്തേക്ക് വരാം. ഓരോ വചനത്തിലൂടെ മുട്ടുകയാണ്. അങ്ങനെ നാം മുട്ടുന്ന അവസ്ഥയിൽ ആത്മാവിൽ ഫാദർ, അതായത് പരിപൂർണമായി വസിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആ ആത്മമണ്ഡലത്തിൽ നിന്ന് യേശു ക്രിസ്തു തന്നെ വചനത്തിലൂടെ മുട്ടുമ്പോൾ നാം തുറന്നു കൊടുത്താൽ ക്രിസ്തുവിന് നാം ഹൃദയത്തെ രാജാവായി വാഴിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ രാജാവായി വാഴിച്ച യേശു പറയുന്നു, എന്നിൽ വിശ്വസിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചേ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി, ഇതാ ആ പരിശുദ്ധാത്മാവ് നദി പിതാവിൽ നിന്ന് ആരോപിച്ച് തന്നിലൂടെ ആ മനുഷ്യരിൽ നിന്ന് മനുഷ്യരുടെ ലോകത്തിലേക്ക് വെളുക്കും. മനസ്സിലായോ? അപ്പൊ ഗോഡ് ഹെഡിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ഇത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പോ ഇതാ ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തു പോയത് പരിശുദ്ധാത്മാവിനെയാണ്. പക്ഷെ യേശു പറയുന്നു, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സകലത്തിൽ വഴി നടത്തും. അവൻ പറയുന്ന വചനങ്ങൾ നിങ്ങൾ കേട്ടനുസരിച്ച് നടന്നാൽ ഞങ്ങൾ, അതായത് പിതാവും ഞാനും നിങ്ങളുടെ അടുക്കൽ വന്ന് വസിക്കും. അപ്പൊ 3 പേരും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാസിച്ചു. യോഹന്നാൻ 14:15 വന്നേ. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും.
ലോകം അവനെ കാണുകയോ. ശ്രദ്ധിച്ചേ, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യം നിങ്ങൾക്ക് വരും. അപ്പൊ യേശു പ്രാർത്ഥിക്കുന്ന ആരോടാണ്? പിതാവിനോടാണ്. പിതാവിനോട് ചോദിച്ചിട്ട് പിതാവിൽ നിന്നാണ് സത്യത്തിന്റെ ആത്മാവ് കാര്യസ്ഥന വരുന്നത്. അപ്പൊ ആര് മാത്രമേ വന്നിട്ടുള്ളൂ? കാര്യസ്ഥൻ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, കാര്യസ്ഥൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കാര്യസ്ഥനിലൂടെയാണ് പിന്നെ ക്രിസ്തു സംസാരിക്കുന്നത്. അല്ലെങ്കിൽ കാര്യസ്ഥൻ വന്നു. പക്ഷെ ഈ കാര്യസ്ഥൻ വന്നിട്ട് നമ്മുടെ സംഘത്തിന് വഴി നടത്തുമ്പോൾ അതനുസരിച്ച് ആ ക്രിസ്തു പറയുന്ന ചിന്തകൾ കാര്യസ്ഥനിലൂടെ കേട്ട് അനുസരിച്ച് നടന്നാൽ ക്രിസ്തുവും പിതാവും കൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഗോഡ് ഹെഡ് മുഴുവൻ, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിൽ വസിച്ചതുപോലെ നമ്മളിലേക്ക് വരാൻ തുടങ്ങി. വായിച്ചേ, അത് 23 വാക്യം. ഇപ്പൊ പരിശുദ്ധാത്മാ മാത്രമേ വന്നിട്ടുണ്ടോ? അതിന്റെ 23 എന്ന് വന്നേ. 23 വായിച്ചേ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. ഈ ഒരു അനുഭവമൊക്കെ ഒരു അനുഭവം തന്നെ എന്റെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വാസം കൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ? പരിശുദ്ധാത്മാവിന്റെ വാസം കൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ? പരിശുദ്ധാത്മാവ് വന്നിട്ട് ക്രിസ്തു തന്ന വചനത്തിൽ നമ്മളെ നടത്തും. അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും. അതിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? കർത്താവ് പറയാണ്, ഞങ്ങൾ നിന്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്യും. അതായത് കംപ്ലീറ്റ് ഗോഡ് ഹെഡ്, ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് വന്ന് വാസം ചെയ്യും. എന്തൊരു മനോഹരമായ ജീവിതമാണ്. ഇതല്ലയോ നമ്മുടെ സൺഡേ മെസ്സേജ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് ക്രിസ്തു തരുന്ന വചനങ്ങളിലൂടെ ദൈവം പിതാവും നമ്മളിൽ ആലയമായി വസിക്കേണ്ടതിന് നമ്മളെ ദേവാലയമായി പടുത്തു വരുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. വളരെ ബ്ലസ്ഡ് ആയിട്ടൊരു മെസ്സേജ് കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഗോഡ് ഹെഡിന്റെ ആ 3 വ്യക്തിത്വങ്ങളും നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുക. നമ്മുടെ ആത്മാവിൽ വസിക്കുകയാണ്. ആത്മാവിൽ, ഈ ആത്മാവിൽ നിന്ന് ഇതാ ക്രിസ്തു തന്റെ വചനത്തിലൂടെ നമ്മളെ മുട്ടുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ക്രിസ്തുവാണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിനത് എവിടെ നിന്ന് ലഭിക്കുന്നു? സ്വയമായിട്ടല്ല, ക്രിസ്തുവിനത് കിട്ടുന്ന മുഴുവൻ പിതാവിൽ നിന്ന്. അപ്പൊ ആ മെത്തേഡ് നാം മനസ്സിലാക്കി തോന്നണം. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം എന്ന ബൈബിളിലെ അവസാന പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും. അവിടെ പറയുന്നൊരു കാര്യം, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണെങ്കിലും പക്ഷെ യേശുവിൽ നിന്നല്ലത് ആരംഭിക്കുന്നു. അവിടെ പറയുന്നു, പിതാവ് അത് എനിക്ക് തന്നു, യേശുവിന് തന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? തന്റെ ദൂതൻ മുഖാന്തരമായി യോഹന്നാൻ വെളിപ്പെടുത്തും. യോഹന്നാൻ സഭയ്ക്ക് വെളിപ്പെടുത്തുമ്പോ എന്താ പറയണേ? ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളത് കേൾക്കട്ടെ. അപ്പോ ഈ ഒരു മെത്തേഡ് കുഞ്ഞുങ്ങളെ, ദൈവമക്കളെ നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കി. ഇതാണ് നമ്മുടെ പ്രവർത്തന രീതി. നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്നേ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. ഓ ലോർഡ്, ഐ ലവ് യു. 1-ാം വാക്യം വായിച്ചു. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ശ്രദ്ധിച്ച് മൊത്തത്തിൽ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും മനസ്സിലാകത്തില്ല. അത് ശ്രദ്ധിച്ച് വായിച്ച് ഞാൻ വായിക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, പേര് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണെങ്കിലും ശ്രദ്ധിച്ചേ, വേഗത്തിൽ സംഭവിക്കാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് യേശുവിന് കൊടുത്തു. ആരാ കൊടുത്തത്? സോഴ്സ് ആരാ? ദൈവം. മനസ്സിലായോ? സോഴ്സ് ദൈവമാ. ദൈവം അത് യേശുവിന് കൊടുത്തു. അപ്പോ യേശുക്രിസ്തുവിടെ റിസോഴ്സ് ആയിട്ട് മാറിയ ദൈവത്തിന് സ്വീകരിച്ചിട്ട് ഇനി താൻ എന്ത് ചെയ്യുന്നു? താൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അപ്പോ യേശുക്രിസ്തു ഇനി അടുത്താക്കി കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് അയക്കുന്നത്? തന്റെ ദൂതൻ മുഖാന്തരം അയക്കുക. അപ്പോ ഇവിടെയാണ് നാം അത് സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോ 3-ാമത്തെ മണ്ഡലത്തിലേക്ക്
പിന്നെ യോഹന്നാൻ ആ ശരീരം ഉപയോഗിച്ച് താൻ കണ്ടത് കേട്ടതും സാക്ഷീകരിച്ചു. പിടുത്തം കിട്ടിയോ? ഇതാണ് ദൈവിക പ്രവർത്തനം. ഈ ഒരു തലത്തിൽ വേണം നാം പ്രവർത്തിപ്പാൻ. ഇതുകൊണ്ടാണ് പറയുന്നത് കാഴ്ചയാൽ നീ ജീവിക്കരുത്. അതല്ല നമ്മുടെ പ്രവർത്തനം, അത് മൃഗങ്ങളുടെ പ്രവർത്തനമാണ് കാഴ്ചയാലുള്ള ജീവിതം. കുറച്ചിതാ ഒരു എവിടെയെങ്കിലും കെട്ടിയിരിക്കുന്നു, അപ്പൊ പെട്ടെന്ന് ഒരു വൈക്കോലും വണ്ടി അങ്ങോട്ട് പോകണുണ്ട്, ഉടനെ തന്നെ പശു ഉടനെ തന്നെ വയറും പശുടെ അങ്ങോട്ടേക്ക് പോയി, ഉടനെ കയറ് മുറുകി, അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, പിന്നെ തിരിഞ്ഞു വലിഞ്ഞു. കാഴ്ചയാലുള്ള ജീവിതം അങ്ങനെയല്ല. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ, ദൈവം പറയുന്ന വചനത്തിലുള്ള വിശ്വാസത്താൽ വേണം നാം ഓരോരുത്തരും ജീവിപ്പാൻ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രവർത്തന രീതി മറക്കരുത്. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ എന്നെ അനുകരിക്കുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇതാ ദൈവം അത് യേശുവിന് കൊടുക്കുന്നു. യേശു തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് യോഹന്നാനിൽ വെളിപ്പെടുത്തുന്നു. ഇതാ അത് ആത്മാവിന്റെ യോഹന്നാൻ കേൾക്കുന്നു, നമുക്ക് സഭയ്ക്ക് ലോകത്തിലേക്ക് അത് വെളിപ്പെടുത്തി തരുന്നു, സാക്ഷീകരിക്കുന്നു. അതുമാണ് വെളിപ്പാട് പുസ്തകം കിട്ടുവാനായിട്ട് ഇടയായത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നാം മനസ്സിലാക്കി. ഇതേ പ്രവർത്തനമാണ് നമ്മുടെ ഉള്ളിലും. നമ്മുടെ ആത്മാവിലാണ് ദൈവം വസിക്കുന്നത്, അവിടെയാണ് സകലതും വെളിപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിലാണ്. അതായത് നമ്മുടെ ഹൃദയം ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹൃദയമല്ല, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമായ നമ്മുടെ സോളിലുള്ള ഹൃദയത്തിലാണ് യേശു ക്രിസ്തു വസിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, 1 പത്രോസ് 3:14, ചിലതിൽ 15. അപ്പൊ 14 പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിനെ കർത്താവായി, അല്ലെങ്കിൽ കർത്തൃത്വം നടത്താനായി, രാജാവായി മഹത്വീകരിക്കണം. ആരോടാ പറയുന്നേ? എന്നോടും നിങ്ങളോടുമാണ് പറയുന്നത്. ഹൃദയത്തിൽ. ഹൃദയം എവിടെയാണ്? നമ്മുടെ ദേഹിയിലാണ് ഹൃദയം ഇരിക്കുന്നത്, സോളിലാണ് ഹൃദയം ഇരിക്കുന്നത്. വായിച്ചാട്ടെ 1 പത്രോസ് 3:14-15. വളരെ പ്രാധാന്യപ്പെട്ട വാക്യമാണ്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളും വിഷയങ്ങളും ഒക്കെ വരുമ്പോ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവിടെ കലങ്ങിപ്പോകരുത്, പേടിക്കരുത്. അവിടെ എല്ലാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി, കർത്താവായി മാറ്റിയിരിക്കും. എന്റെ രാജാവ് എന്റെ ക്രിസ്തുവ എന്ന് പറയാനാണ്. അങ്ങനെ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി മാറും. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. 6:19 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മർത്യ ശരീരം ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയം എന്ന് നിങ്ങൾ അറിയുന്നു. വായിച്ചേ 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോ ഇവിടെ പറയുന്ന കാര്യം, നിങ്ങളുടെ മർത്യ ശരീരം ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയമാണ്. അപ്പൊ ഗോഡ് ഹെഡില് ഓരോ വ്യക്തിത്വങ്ങൾക്ക് നമ്മളുടെ ഉള്ളിൽ ഓരോ സ്ഥലങ്ങളുണ്ട്. ദൈവം പൂർണ്ണമായി വസിക്കുന്നത് ആത്മാവിലാണ്. അതായത് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. എന്നാൽ നമ്മൾ ദൈവവചനം അനുസരിക്കുന്ന ഒരു ക്രിസ്തു ഇതാ ഹൃദയത്തിന്റെ വാതിൽക്ക് മുട്ടുന്നു, ഹൃദയത്തിൽ രാജാവായി വാഴുകയാണ്. തുടർന്ന് ക്രിസ്തു പറയാണ്, അങ്ങനെ ഞാൻ എന്റെ വചനം അനുസരിച്ചു, എന്നിൽ വിശ്വസിച്ചു, അല്ലെ? അങ്ങനെ എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ, ഇതാ ഉടനെ പരിശുദ്ധാത്മാ നദികൾ നമ്മുടെ ശരീരത്തിലും ശരീരത്തിലൂടെ ലോകത്തിലേക്ക് ഒഴുകുവാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പ്രവർത്തന രീതി. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നിലകൊള്ളണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ നമ്മളോ ക്രിസ്തു ആരും സോഴ്സ് അല്ല. സോഴ്സ് ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് പിതാവായ ദൈവം. പിതാവായ ദൈവം. പലപ്പോഴും ഇതൊരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടാതെ കിടക്കുന്ന കാര്യം. യേശു ക്രിസ്തു യോഹന്നാൻ 17:3 എന്തുകൊണ്ട് തന്നെ ദൈവമായി ചിത്രീകരിക്കാതെ പിതാവിനെ മാത്രം ദൈവമായി ചിത്രീകരിച്ചു? അവിടെ പറയുന്നൊരു കാര്യം, യേശു പറയും, വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് അത് അങ്ങനെയാണ്, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്, അതാണ് ഇതാണൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം, മാറ്റാം. യേശു പറയാണ്, ഏക സത്യദൈവമായ നിന്നെയും, പിതാവിനെ കുറിച്ച് പറയുന്നു, നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അല്ലെങ്കിൽ അത് അറിഞ്ഞേ പറ്റൂ. ക്രിസ്തു ഇല്ലാതെ, അതായത് 1 തിമോത്തി 2:5 പറയുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് സർവ്വ ലോകത്തിന്റെയും കർത്താവ്, കർത്തൃത്വം നടത്തുവാൻ രാജാവ്. ഇതാണ് 2-ാം സങ്കീർത്തനം പറയുന്നത്, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാണിച്ചിരിക്കുന്നു, നിങ്ങൾ വഴി വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിൻ. അപ്പോ ദൈവത്താൽ നിയമിതനായ ദൈവത്തിന്റെ അഭിഷിക്തനാണ്, മിശിഹയാണ്, ക്രിസ്തുവാണ്. സർവ്വ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്.
മനസ്സിലായോ? മുഖാന്തരമാണ് ക്രിസ്തു. അപ്പൊ എന്തുകൊണ്ടാണ് ക്രിസ്തു പിതാവിനെ ദൈവം എന്ന് പറഞ്ഞിട്ട് തന്നെ ദൈവം എന്ന് പറയാതെ മാറ്റി വെച്ചത്? വേറൊന്നുമല്ല, കാരണഭൂതനാണ് ദൈവം. ഗോഡ് ഹെഡിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ ആ ഗോഡ് ഹെഡിന്റെ ഉള്ളിൽ കാരണഭൂതൻ ഒരാൾ മാത്രമേ. തേങ്ങയിൽ വെള്ളവും ഉണ്ട്, തൊണ്ടും ഉണ്ട്. പക്ഷെ അതിലെ വെള്ള കളറുള്ള ആ വെള്ളം മാത്രം. അപ്പോ ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, കാരണം താൻ ഒന്നിനും കാരണഭൂതനല്ല, താൻ മുഖാന്തരമാണ്. പിതാവാണ് കാരണഭൂതൻ. അപ്പോ ഈ ഒരു സംഭവം നാം മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾ പല തർക്കങ്ങളും ഇറങ്ങുകളും ഒക്കെ വരും. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ധാരാളം വചനങ്ങളുണ്ടെങ്കിലും ചില വചനങ്ങൾ മാത്രം വായിച്ച് നമ്മൾ ഈ ക്ലാസ് ദൈവാനുവദിക്കുന്നതിലൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇതുമായുള്ള ബന്ധത്തിൽ, ഓ ഫാദർ, ഐ ലവ് യു. I love you. Father, I love you. Thank you, Father. Glory to you. എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? Lord, I love you. Father, I thank you. ആത്മാവിൽ വസിക്കുന്ന ദേവാമേ, ഹൃദയദേ രാജാവാം ക്രിസ്തുവേ, ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കിയ ടൈറ്റിലാണ് ഏകസത്യദൈവവും ദീപങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായ ബന്ധത്തില് ഇത് പറയാൻ കാരണം ഫസ്റ്റ് കൊരിന്ത്യർ 8-ാം അധ്യായം 5-ാം വാക്യം യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പൗലോസ് പറയാനായിട്ട് ഇടയായി. ഫസ്റ്റ് കൊരിന്ത്യർ 8-ന്റെ 5-6 നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അനേക ദൈവങ്ങളുണ്ട്, അനേക കർത്താക്കന്മാരുണ്ട്, പക്ഷെ ഇതിന്റെയൊക്കെ നടുവിൽ നമുക്ക് പിതാവായ ഏക ദൈവം. എന്നിട്ട് യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് ഉണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ദൈവവും കർത്താവും തമ്മിലുള്ള വ്യത്യാസം എന്ന ഒരു സന്ദേശം ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അവിടെ വെബ്സൈറ്റിലുണ്ട്, www.kingdommessages.com എന്നതിലുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ, അതിന്റെ സെർച്ചിൽ ഗോഡ് മെസ്സേജിൽ പോയിട്ട് സെർച്ചിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ, ഞാൻ ചിന്തിക്കുന്നു അതിൽ നിങ്ങൾക്ക് കാണാം. എനിക്ക് 24ാമത്തെ സന്ദേശം തന്നോന്ന് തോന്നുന്നു. അതുമായിട്ട് ബന്ധത്തിൽ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോ ഈ ഭാഗത്തിൽ പറയുന്ന ഭാഗം നമ്മൾ ഒന്ന് വായിക്കാം. ഫസ്റ്റ് കൊരിന്ത്യർ 8-ാം അധ്യായം 5-6 ദിവസം വായിച്ചു. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാട്ടെ. അപ്പോ യേശു പറയുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും പറയുന്നത്, അതിന് മാറ്റമില്ല. അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം, ധാരാളം ദൈവങ്ങളുണ്ട്, ധാരാളം കർത്താക്കന്മാരുണ്ട്. അപ്പൊ നിങ്ങളിരിക്കുന്ന ധാരാളം ദൈവങ്ങൾ. അപ്പൊ എല്ലാ ദൈവപുത്രന്മാരെയും ദൈവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ സങ്കീർത്തനം 82 നമ്മൾ ചിന്തിച്ചു വന്നതാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, പഴയ സ്നേഹം കേൾക്കുക. അപ്പോ എല്ലാ ദൈവപുത്രന്മാരെയും തിയോസ് എന്നാണ്, എലോഹിം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ എലോഹിമുകളുടെ നടുവിൽ ഒരു എലോഹിം ഉണ്ട്, അതാണ് പിതാവായ എലോഹിം. ആ പിതാവിനെയാണ് ഏക സത്യദൈവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ വ്യക്തതയോട് പറയണം, 8-ാം വാക്യം 8-ന്റെ 6 പറയാണ്, പിതാവായ ഏക ദൈവമേ നമുക്കുണ്ട്. അപ്പൊ ഏക എന്ന് പറയുന്നത് സിംഗുലറാണ്, നമുക്ക് എല്ലാവർക്കും. ഏക ദൈവമേ നമുക്കുണ്ട്, അവൻ സകലത്തിനും കാരണഭൂതൻ. ശ്രദ്ധിച്ചേ, അപ്പൊ യേശു എന്തുകൊണ്ടാണ് തന്നെ അതിൽ കൂട്ടാതെ പിതാവാണ് ഏക ദൈവം എന്ന് പറഞ്ഞത്? കാരണം പിതാവാണ് കാരണഭൂതൻ, സോഴ്സ് പിതാവാണ്. താൻ ആരാണ്? ആ പിതാവിന്റെ മാനേജിങ് ഹാൻഡാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് പിതാവിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡാണ്. അപ്പൊ നമ്മളിലെ ദൈവപുത്രനിലെ എന്താണ് സോഴ്സ്? നമ്മളുടെ ദൈവപുത്രനിലെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ആത്മാവിലാണ് ദൈവം വസിക്കുന്നത്, അതുകൊണ്ടാണ് സോഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ദേഹി മുഖാന്തരമാണ്.
ആ മുഖാന്തരത്തിലൂടെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത്. ശരീരവും മുഖാന്തരമാണ്, അത് മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള മുഖാന്തരം. അപ്പൊ ഇതേ രീതിയാണ് ദൈവത്തിന്റെ. അപ്പൊ ഇവിടെ പറയാണ്, പിതാവായി ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതൻ. അപ്പൊ കാരണഭൂതൻ ആരാണോ ആ വ്യക്തിയാണ് ദൈവം. മനസ്സിലായോ? സകലത്തിന് കാരണഭൂതൻ. അപ്പൊ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്തുവാ? ഇതാ കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതാകുന്നു. അപ്പൊ യേശുക്രിസ്തു ഏക കർത്താവ് നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമമാവും. അപ്പൊ യേശുക്രിസ്തു മുഖാന്തരമാണ്, യേശുവിലൂടെയാണ്. ത്രൂ ഓർ ബൈ എന്ന ഇംഗ്ലീഷ് വേർഡുകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യേശു മുഖാന്തരമാണ്. പിതാവ് സകലവും യേശുവിലൂടെ സൃഷ്ടിച്ചു, യേശു മുഖാന്തരം. മനസ്സിലായോ? നമ്മൾ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ യേശു മുഖാന്തരമാണ്. ഇനി നമ്മുടെ ചിത്രത്തിലേക്ക് നോക്കിയേ, പിതാവ് ആരിലൂടെയാണ് ഭൂമിയിലേക്ക് വന്നത്? ക്രിസ്തുവിലൂടെ. അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. ദൈവം മനുഷ്യരോടുകൂടിയാണ്, തുണ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. അപ്പൊ പിതാവ് യേശുവിലൂടെ ഭൂമിയിലേക്ക്. അതുകൊണ്ട് യേശു പറയുന്നത്, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് ഇതിലൂടെ പ്രവർത്തിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത്? യേശുവിലാണ് നമ്മൾ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്, ആനന്ദത്തിലല്ല, യേശുവിലാണ്. ഇതുകൊണ്ടാണ് എഫേസ്യർ 2:6-7 പറയുന്നത്, ക്രിസ്തു യേശുവിൽ നമ്മൾ ദൈവത്തിൽ മറഞ്ഞിരിക്കും. ക്രിസ്തു യേശുവിൽ ദൈവം ക്രിസ്തുവിലൂടെ നമ്മുടെ അടുക്കിലേക്ക് പോകുന്നു. എന്നാൽ പുതിയ സൃഷ്ടിപ്പ് ക്രിസ്തുവിലാണ്. ആ ക്രിസ്തു യേശുവിൽ നമ്മൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. 6-7 വായിച്ച്, എഫേസ്യർ 2:6-7. അതിനുശേഷം കൊളോസ്യ ലേഖനം വായിക്കും. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിൽ നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുന്നു? കോട്ടയത്ത് മാങ്ങാനത്ത് ഇരുത്തിയിരിക്കുന്നു. നോ, അത് താഴെ കാണുന്ന ശരീരമാണ്. പക്ഷെ നമ്മളെ ഇരുത്തിയിരിക്കുന്നത് പുതിയ സൃഷ്ടി സ്വർഗത്തിലാണ്. ക്രിസ്തു യേശു സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ മനുഷ്യർ ദൈവത്തോടു കൂടെയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? ദൈവപുത്രന്റെ ആ പുതിയ സൃഷ്ടിപ്പിലൂടെ. മനസ്സിലായി? ഇത് നമുക്ക് വിശ്വാസമായി മാറണം. അവിടെയാണ് ജയം. അതാണ് ഞാൻ ഈ ഭൂമിയിൽ കറുത്ത ആ മനുഷ്യരിൽ നിന്ന് ആരാധിച്ചാരോ. ഇനി നിങ്ങൾ ഭൂമിയിലുള്ള ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പീൻ. അപ്പോ നമ്മളെ ആ ഉയരത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് കൊളോസ്യ ലേഖനം 1-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ 3-ാം വാക്യം പറയുന്ന കാര്യം നമുക്ക് ശ്രദ്ധയോടൊന്ന് വായിച്ചു കേൾക്കാം. അതിന്റെ 3-ാം വാക്യം വായിച്ചു. കൊളോസ്യ ലേഖനം 3. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. താഴേക്ക്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കേട്ടോ സഹോദരങ്ങളെ, കേട്ടോ? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ആരാ ഉയർത്തെഴുന്നേറ്റത്? പുതിയ സൃഷ്ടിപ്പാണ്. അവനാണ് ദൈവത്തിൽ നിൽക്കുന്നത്. നിങ്ങളെ കണ്ടില്ലേ, വെള്ള ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന 2 പേരെ കാണിച്ചേക്കുന്നത്? അങ്ങനെയൊന്നും ആയിരിക്കത്തില്ലാണോ. ദൈവപുത്രന്മാരാ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. അവര് ഉയർത്തെഴുന്നേറ്റവരാണ്. നമ്മൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവർ അവർ സ്വർഗത്തിലുണ്ട്. മരണമില്ലാത്തവർ, പുതിയ സൃഷ്ടികൾ, ദൈവപുത്രന്മാർ. അപ്പൊ നമ്മൾ ക്രിസ്തു ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ഈ സത്യങ്ങളൊക്കെ കഴിഞ്ഞ നാളിൽ അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അറിഞ്ഞ് ആ സത്യങ്ങളെ സ്വതന്ത്രമാക്കുക. ഈ ജീവിതത്തിൽ നമ്മളെ ഇന്ന് സ്വതന്ത്രമായി കളയും. പുതിയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. മരണമില്ലാത്ത ജീവിതം, മരണത്തിന് മുകളിൽ. ഹല്ലേലൂയ. അപ്പോ നമ്മളെ ആ ഒരു തലത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. നമ്മളെ ആ സോഴ്സ് മണ്ഡലത്തിൽ അപ്പിനോടും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നാം മനസ്സിലാക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വളരെ അഴിമേറിയ കാര്യമാണ്. പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നാം ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇടയാണ്, അല്ലെങ്കിൽ കേട്ട് മാത്രം അവസാനിക്കാനേ നമുക്കിവിടെ കഴിയുകയുള്ളൂ. അപ്പോ ഇവിടെ അനേക ദൈവപുത്രന്മാരുണ്ട്. ഇവരെയൊക്കെ വിളിക്കുന്ന തിയോസുകൾ എന്നാണ്, ദൈവപുത്രന്മാർ. പക്ഷേ എല്ലാ ദൈവപുത്രന്മാർക്കും അതായത് യേശുവിനെ വിളിക്കുന്നത് തിയോസ് തന്നെയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എല്ലാ ദൈവങ്ങൾക്ക് അനേക ദൈവപുത്രന്മാരുണ്ട്, അവരെയൊക്കെ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവരുടെ എല്ലാം മുകളിൽ ഒരു ദൈവമുണ്ട്, അതാണ് പിതാവായ ദൈവം. പക്ഷെ പിതാവായ ദൈവത്തിന്റെ മുകളിൽ വേറൊരു ദൈവമില്ല. അതെപ്പോഴും മനസ്സിലാവും.
തന്റെ മുകളിൽ വേറൊരു ദൈവമില്ലാത്ത വ്യക്തിയാണ് പിതാവായ ദൈവം. യഥാർത്ഥത്തിൽ അതാണ് ദൈവം. ദൈവപുത്രന്മാർക്കെല്ലാം തന്റെ മുകളിൽ ദൈവങ്ങൾ. ഓ ഫാദർ വി താങ്ക് യു. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് കാണാം. ദൈവപുത്രന്മാരായ ദൈവങ്ങൾക്ക് തങ്ങളുടെ മുകളിൽ പിതാവായ ഏക ദൈവവും, എന്നാൽ പിതാവായ ഏക ദൈവത്തിന് മുകളിൽ തന്റെ മുകളിൽ മറ്റൊരു ദൈവം ഇല്ല. തന്റെ മുകളിൽ മറ്റൊരു ദൈവമില്ല. ഇനി ശ്രദ്ധിച്ചു കേൾക്കാം, യേശുക്രിസ്തുവിന് ദൈവമുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത് എന്റെ ദൈവം നിങ്ങളുടെ ദൈവം. പിതാവായ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല, തന്റെ മുകളിൽ വേറെ ദൈവമില്ല. ഇതുകൊണ്ടാണ് യേശുവിനോട് എബ്രായ ലേഖനത്തിൽ പറയുന്നത് ദൈവമേ നിന്റെ ദൈവം. അപ്പൊ നിനക്ക് ദൈവമുണ്ട്, പക്ഷേ ആ പറയുന്ന പിതാവിന് മുകളിൽ വേറെ ദൈവമില്ല. ആ പിതാവാണ് സോഴ്സ്. വായിച്ചാട്ടെ എഫേസ്യ ലേഖനം 1:17 യേശു ക്രിസ്തുവിനെ കുറിച്ചവിടെ പറയുന്നത് ആ ഭാഗം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും. അപ്പോ യേശു ക്രിസ്തുവിന് ആരുണ്ട്? ദൈവമുണ്ട്. പിതാവായ ദൈവത്തിന്റെ മുകളിൽ വേറെ ദൈവമില്ല. പുത്രന് ആരുണ്ട്? ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെയാണ് എബ്രായർ 1:8 1:8-9 വാക്യങ്ങളിൽ സങ്കീർത്തനത്തിൽ ഒരു കോട്ടിങ് എടുത്ത് അവിടെ പറയുന്നത് പുത്രനോട് പറയാണ്, പുത്രനോടോ ദൈവമേ നിന്റെ ദൈവം. അപ്പൊ പുത്രൻ ആരാണ്? പുത്രനും ദൈവമാണ്, പക്ഷെ അയേ ദൈവമല്ല, സോഴ്സായ പിതാവായ ദൈവമല്ല. എബ്രായർ 1:8-9 വായിച്ച്. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ. അവിടെ പറയുന്ന പുത്രനോടോ. അപ്പൊ ആരോടാണ് പറയുന്നതെന്നൊരു കോട്ടിങ് കൂടെ അവിടെ ഉണ്ട്. പുത്രനോടോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബട്ട് അൺടു ദ സൺ. അപ്പൊ ആരോടാണ് ഈ പറയുന്നത്? ഈ ദൈവം എന്ന് വിളിക്കുന്നത് ആരെയാണ്? പിതാവ് ദൈവം എന്ന് വിളിക്കുന്നത് ആരെയാണ്? പുത്രനെയാണ്. അദ്ദേഹം അത് വായിച്ചില്ല. അപ്പോ പുത്രനോടോ അത് പറയുന്നത് thy throne, O God. അല്ലെങ്കിൽ നിന്റെ സിംഹാസനം. കാരണം ഈ പിതാവായ ദൈവം പുത്രനെ ആരായിട്ട് വായിച്ചിരിക്കുക? സർവപ്രപഞ്ചത്തിന്റെ രാജാവായിട്ട് വായിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് യഹോ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. 2 സങ്കീർത്തനം വായിക്കുമ്പോൾ യേശുവിനെ കാണിക്കുന്നത് ദൈവത്തെ മിശിഹായായിട്ട് തന്റെ രാജാവായിട്ട് അഭിഷിക്തനായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പുത്രനെ ചുംബിക്കാൻ പറയുന്നത്. അപ്പോ അവിടെ വിളിക്കുന്നത്, പുത്രനെ വിളിക്കുന്നത് തിയോസ് തന്നെയാണ്. എല്ലാ ദൈവപുത്രന്മാരെ തിയോസ് ആണ്. 82 സങ്കീർത്തനം മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്തത് വായിക്കുന്നത് യോഹന്നാൻ 20:17 യേശു ക്രിസ്തു വീണ്ടും പറയാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക്, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. യോഹന്നാൻ 20:17 വായിച്ചു. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, യേശു പറയാണ് എന്റെ ദൈവം. അപ്പൊ യേശുവിന് ആരുണ്ട്? ദൈവമുണ്ട്. ആ ദൈവം തന്നെ ആരുടെ ദൈവം? നമ്മുടെ ദൈവം. അപ്പൊ യേശു നമ്മളെ ആരാധന സഹോദരന്മാർ. ഇത് മനസ്സിലാവുന്നുണ്ടോ യേശുവിന്റെ ഭാഷ? നമുക്ക് ഇനിയും മനസ്സിലായില്ല എങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. ഹല്ലേലൂയ. അപ്പൊ യേശു നമ്മളെല്ലാം സഹോദരന്മാരുടെ നിലയിലേക്ക് കൊണ്ടുവന്നിട്ട് യേശു പറയാണ് എന്റെ ദൈവം നിങ്ങളുടെ ദൈവം. യഥാർത്ഥത്തിൽ യേശു പറഞ്ഞ ആ പിതാവായ ഏക ദൈവത്തിന് മുകളിൽ വേറെ ദൈവമില്ല. ഹല്ലേലൂയ. അപ്പോ ആ ഗോഡ് ഹെഡ് ഓപ്പറേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ആ ഗോഡ് ഹെഡിന്റെ ഉള്ളിൽ ഇപ്പോ നമ്മളും കൂടെ ഉണ്ട്. ഇത് മനസ്സിലാക്കുക. നമ്മളും കൂടെ ആ ഗോഡ് ഹെഡിന്റെ ഉള്ളിലുണ്ട്. ഇനി യേശു ക്രിസ്തു മുഖാന്തരം ആ സെൻട്രലിലെ പിക്ചറുകൾ കാണുക. ദൈവം യേശുവിലൂടെ ഭൂമിയും, നമ്മൾ യേശുവിലൂടെ സ്വർഗം. ആ പിക്ചർ മനസ്സിലാക്കുക. അങ്ങനെ സ്വർഗവും ഭൂമിയും ഒന്നാകുകയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിന് ഒന്ന് രണ്ട് കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. യേശു പിതാവും തമ്മിലുള്ള ബന്ധം ഇവിടെ പറയുന്നത്. യേശു എന്തുകൊണ്ട് യേശു തന്നെ ഏകസത്യദൈവം എന്ന് വിളിക്കാതെ പിതാവിനെ ഏകസത്യദൈവം എന്ന് വിളിച്ചു? എന്തുകൊണ്ടെന്നാൽ യേശു ഒന്നിനെ കാരണഭൂതൻ അല്ല, താൻ മുഖാന്തരമാണ്. ഒന്നും തന്നിൽ നിന്ന് ആരംഭിക്കുന്നില്ല, എല്ലാം ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കും. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൂടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയത്,
പിതാവായ ഏക സത്യദൈവമേ ഉള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനാണ്. യേശു ഏക കർത്താവുണ്ട്, അവൻ സകലത്തിനും മുഖാന്തരമാണ്, നാമും അവൻ മുഖാന്തരം. അപ്പൊ രണ്ടുപേരുടെയും ഡ്യൂട്ടി കണ്ടോ? ഒരാൾ സോഴ്സ് ആണ്, മറ്റേ ആള് റിസോഴ്സ് ആണ്. ഒരാൾ കാരണഭൂതനാണ്, മറ്റേ ആള് മുഖാന്തരം. ബൈബിൾ വിശ്വസിക്കാൻ പ്രയാസം. ഹല്ലേലൂയ. ആരാണ് മുഖാന്തരം? ആരാണ് കാരണഭൂതൻ? ആ വ്യക്തിയാണ് യേശു ദൈവം എന്ന് വിളിക്കുന്നത്. അത് നമുക്കൊരു മാതൃകയാണ്. ഹല്ലേലൂയ. താൻ സകലത്തിനും മുഖാന്തരമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പിതാവ് കാരണഭൂതനായ പിതാവ് കാണിച്ചു തന്നല്ലാതെ മുഖാന്തരമായി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ യേശു പറയും നമ്മൾ വിശ്വസിക്കേ. ഹല്ലേലൂയ. ഇനി താഴേക്ക് അതിനെ സമർത്ഥിക്കുന്ന വേർഡുകൾ നമുക്ക് കാണാം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരും. യോഹന്നാൻ 1:17. അപ്പൊ എല്ലാം ആരംഭിക്കുന്ന അവിടുന്ന്, സോഴ്സ് അവിടെ നിന്നാണ്. പിതാവായ ദൈവം, സോഴ്സ് പിതാവായ ദൈവം. ബൈബിൾ പറയുന്നത് നമ്മൾ ഏമേൻ പറഞ്ഞേ നമുക്ക് നല്ലത്. അത് നമ്മുടെ സംഘടന പഠിപ്പിച്ചതും അതും ഇതും നമ്മൾ പറയാൻ സാധിക്കാൻ വേണ്ടി നമ്മൾ നോ പറഞ്ഞ ആർക്ക് പോയി? അവനവന് പോയി. ഹല്ലേലൂയ. എക്സാം പേപ്പറിൽ ഒരു ചോദ്യം ചോദിച്ചു, അതിന്റെ ഉത്തരം കറക്റ്റായിട്ട് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും, തെറ്റായിട്ട് എഴുതിയാൽ നമുക്ക് മാർക്ക് പോയി. ഹല്ലേലൂയ. നഷ്ടം നമുക്കാണ്. യോഹന്നാൻ 1:17 വായിച്ചു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇനി ഇതേ തന്നെ ഏതൻസിലെ ഒരു പ്രസംഗത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിനെ സംബന്ധിച്ച് ദൈവത്തിന് ആരും ഒന്നും കൊടുത്തിട്ടല്ല ദൈവം നിലനിർത്തുന്നത്. ദൈവ സകലത്തിന്റെ സോഴ്സ് ആണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, താൻ എല്ലാവർക്കും അപ്പോസ്തലർ 17:25, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകിയാൽ താനാണ് കൊടുക്കുന്നതെല്ലാം. വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളെ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഇവൻ യേശുക്രിസ്തു, തനിക്ക് സ്വയമേ ജീവനുണ്ട്. ഇവൻ യേശുക്രിസ്തുവിന് പോലും സ്വയമേ ജീവൻ കൊടുത്തത് ആരാണ്? ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം യോഹന്നാൻ 5:26, പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്, അതേപോലെ പുത്രന് ജീവൻ ഉണ്ടാകുവാൻ വരം കൊടുത്തിരിക്കുന്നു. അപ്പൊ പിതാവിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറഞ്ഞത്, പിതാവിനുള്ളതൊക്കെ പുത്രനുള്ളത്, പരിശുദ്ധ പുത്രനുള്ളത് നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നു. അപ്പൊ ഈ ഒരു ശുശ്രൂഷ നമ്മൾ മറന്നു പോകരുത്. ഇതാ എല്ലാറ്റിനും കാരണഭൂതനായവനാണ് ഏക സത്യ ദൈവം. ഹല്ലേലൂയ. ഇനി ഇത് തന്നെയാണ് ഹെബ്രായ ലേഖനം 2:10 പറയുന്നത്. ഹെബ്രായ ലേഖനം 2:10 പറയുന്നത്, പിതാവായ ദൈവമാണ് സകലത്തിനും കാരണഭൂതൻ, യേശു ക്രിസ്തുവോ നമ്മുടെ രക്ഷാനായകനാണ്. ഹല്ലേലൂയ. 2:10 വായിച്ചേ. സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, സകലത്തിനും കാരണഭൂതനായ ദൈവം അനേക പുത്രന്മാരെ, ദൈവപുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാണ്. ആരിലൂടെ? യേശുവിലൂടെ. അപ്പൊ യേശു ആരാണ്? അവരുടെ രക്ഷാനായകനാണ്. ആ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പൊ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ഈ പ്രവൃത്തി മനസ്സിലാക്കാതെ നമ്മൾ ദൈവപുത്രന്മാരായി നയിക്കുകയാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ യേശുവിനെ മാത്രം ഇത് ആരാധിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇതാ പ്രിയ സഹോദരനെ, നമുക്കാണ് നഷ്ടമുണ്ടാകുന്നത്. നമുക്കാണ്. ഏക സത്യദൈവമായ പിതാവിനെയും പിതാവ് അയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ആ പിതാവിനെ അറിയുമ്പോഴാണ് ആ പിതാവിന്റെ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കുന്നത്. ആരാണ് അറിയിച്ചത്? ക്രിസ്തുവാണ് അറിയിച്ചു തരുന്നത്. അത് അറിയിച്ചു തരുമ്പോഴാണ് ആ സ്നേഹം അഗാപ്പെ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നത്. കഴിഞ്ഞ നാളുകളിൽ വെറും മനുഷ്യപുത്രന്മാരെ എന്നുകൊണ്ട് ഒരു ആരാധനക്കാരനെ അവസാനിച്ചെങ്കിൽ ഈ നാളുകളിൽ ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ നമുക്ക് ഇതാ യേശു വെളിപ്പെടുത്തുന്ന പിതാവിനെ മനസ്സിലാക്കാം. ആ പിതാവിനെ നാം മനസ്സിലാക്കുമ്പോൾ ആ ദൈവസ്നേഹം അഗാപ്പെ, യോഹന്നാൻ 17:25 പറയുന്നത് പോലെ ആ അഗാപ്പെ നമ്മിലേക്ക് നിറയുകയാണ്. ദൈവപുത്രന്മാർ നമ്മിൽ വെളിപ്പെടുകയാണ്. ഇനി ചില വചനങ്ങൾ നിങ്ങളെ കാണിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ അത് വീട്ടിൽ തന്നെ മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ കർത്താവിന്റെ കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഫ്രം ഗോഡ് ത്രൂ ഓർ ബൈ ജീസസ്. ദൈവത്തിൽ, 2-3 വാക്യങ്ങൾ അവിടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ദൈവത്തിൽ നിന്ന് യേശുവിലൂടെ. നമ്മൾ ആരെ കണ്ടില്ലേ? ദൈവത്തിൽ നിന്ന് ആരംഭിച്ചു, യേശുവിലൂടെ ഭൂമിയിലേക്ക്. ഇനി നമ്മൾ യേശുവിലൂടെ സ്വന്തം. ഇതിലെ വാക്യങ്ങളാണ്. 1-2 വാക്യങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇവിടെ ഫ്രം ഗോഡ് ത്രൂ ഓർ ബൈ, യേശു മുഖാന്തരമല്ലേ? ത്രൂ ഓർ ബൈ, യേശുവിലൂടെ. ആ വാക്യങ്ങൾ നമുക്ക് കാണാം. സൃഷ്ടിപ്പ് നടന്ന യേശുവിലൂടെ. ഇതാ വായിച്ചേ. 1:3. സകലവും അവൻ മുഖാന്തരം ഉളവായി,
ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. മുഖാന്തരം സകലതും യേശു മുഖാന്തരമാണ് പിതാവ് ഉളവാക്കിയത്. യേശുവിലൂടെയാണ്, വചനത്തിലൂടെയാണ് ഉളവാക്കിയത്. ആ മുഖാന്തരം അല്ലാതെ ഒന്നും ഉളവാക്കിയിട്ടില്ല. ഇതാണ് കൊളോസ്യർ 1:16 പറയുന്നത്. ഇതാ ആ യേശുവിലൂടെയാണ് ഇതൊക്കെ ഉളവാക്കിയത്. അത് വായിച്ചാട്ടെ. സിംഹാസനങ്ങൾ ആകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം യേശു മുഖാന്തരം സൃഷ്ടിക്കുകയാണ്. പിതാവ് ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കുകയാണ്. അപ്പോ ഇതെല്ലാം മുഖാന്തരങ്ങൾ. ഹെബ്രായർ 1:2 ഇത് തന്നെയാണ് പറയുന്നത്. സമയത്തിന്റെ കുറവാണ്, നമ്മൾ അത് വായിക്കുന്നില്ല. ഇനി ഇപ്പൊ ഫ്രം ഗോഡ് ആണ്, ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വന്നത് അല്ലെ. ഇനി ഇതാ മനുഷ്യരായ നമ്മൾ യേശുവിലൂടെ അങ്ങോട്ടേക്ക്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. തിരിച്ച് ടു ഗോഡ് ത്രൂ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. വഴി ടു വേ ആയെന്ന് കേട്ടില്ലേ? ദേവാസം പെട്ടെന്ന് വചനങ്ങൾ എടുത്തോമേ. ടു ഗോഡ്, ദൈവത്തിലേക്ക് എന്നുള്ള ആ ഒരു തലം നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. മനുഷ്യൻ ദൈവത്തിലേക്ക് യേശുവിലൂടെ. ഹല്ലേലൂയ. 1 പത്രോസ് 4:11. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തന് ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം, യേശുക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടട്ടെ. അപ്പോ മനുഷ്യരിൽ നിന്ന് ദൈവത്തിലേക്ക് പോവുകയാണ്. ആര് വഴി? യേശു വഴി. മനുഷ്യർ ദൈവത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ഒരു ന്യൂയോർക്കിലേക്ക് പ്ലെയിൻ പോയ ദുബായ് വഴിയാണ് കയറി പോകുന്നത് മോശം. അതോടൊപ്പം ന്യൂയോർക്കിൽ നിന്ന് ഇതാ കൊച്ചിയിലേക്ക് വരുമ്പോൾ അത് ദുബായ് വഴി കയറി പോകുന്നത്. ഒരു ട്രാൻസിറ്റ് പോലെ ഇടയിൽ നിൽക്കുകയാണ്. എമിറേറ്റ്സ് എയർലൈൻസിന്റെ കാര്യം പറഞ്ഞത്. ഇവിടെ പറയാണ് ദൈവം ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുവിലൂടെയാണ് വരുന്നത്. നമ്മൾ ദൈവത്തിലേക്ക് പോകുന്നത് യേശുവിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവസാനിക്കുന്ന പറയുന്നത് ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഇത് ടു ഗോഡാണ്. ഇത് 1-2 അവിടെ ഇവിടെ വായിക്കാം. യൂദായുടെ ലേഖനം 1:25 വായിച്ച്. യൂദായുടെ ലേഖനം 1:25. ആനന്ദത്തോടെ നിർത്തുവാൻ ഉള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പിതാവായ ഏക ദൈവത്തിന് യേശുക്രിസ്തു മൂലം സകല മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ നമ്മൾ എങ്ങനെ പോകുന്നത് പിതാവിലേക്ക്? യേശുക്രിസ്തു മുഖാന്തരം. കേൾക്കണോ? ദൈവം ഭൂമിയിലേക്ക് വരുന്നത് യേശുക്രിസ്തു മുഖാന്തരം. ദൈവം സൃഷ്ടിച്ചത് യേശു മുഖാന്തരം. നമ്മൾ ദൈവത്തിലേക്ക് പോകുന്നത് യേശു മുഖാന്തരം. അപ്പൊ യേശു ആരാണ്? ദൈവത്തിന്റെ സത്യവചനം പറയുന്ന പോലെ ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ ഏക മധ്യസ്ഥൻ യേശുവാണ്. മനസ്സിലായോ സഹോദരങ്ങളെ? ഇനി വാക്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനിയും വാക്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കുക. ബാക്കിയുള്ള വാക്യങ്ങൾ വീട്ടിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ മുട്ടുമേരുന്നുണ്ട്. വേറെ ഒരാളോട് അന്വേഷിക്കാൻ പോകാതെ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവോട് തന്നെ ചോദിച്ച കാര്യങ്ങളെ മനസ്സിലാക്കുക. എന്നെ ഏൽപ്പിച്ചത് ഒരു പുതിയ സബ്ജക്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഗോഡ് സ്പിരിറ്റ് ഓഫ് പക്ഷേ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ദൈവവുമായി ക്രിസ്തുവിൽ ഒന്നായി തീരേണ്ട കാല സമ്പൂർണ്ണയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്നു പോലെ ഇവർ നമ്മിൽ ഒന്നായി തീർക്കുന്ന ആ കാല സമ്പൂർണ്ണയിലെ വ്യവസ്ഥ. ഇതൊരു മർമ്മമാണ്. ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നായി. ഹല്ലേലൂയ. നമുക്ക് ഇത്രത്തോളം ശ്രേഷ്ഠമായി ദൈവം ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പണം കൊടുത്താൽ ഇത് കിട്ടില്ല. ഹല്ലേലൂയ. ഈ ശ്രേഷ്ഠമേറിയ ചിന്തകൾക്കായി നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിനെ ക്രിസ്തു യേശുവിൻ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വെറും അക്ഷരജ്ഞാനത്തിന് ഇത് ഒതുങ്ങാതെ ആത്മിക സമൃദ്ധിയിലേക്ക് സ്പിരിച്വലി നമ്മൾ ഓരോരുത്തർ സമ്പന്നന്മാരായി തീരണം. ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയായിട്ടില്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ അധ്വാനിപ്പിൻ. ഡോളറിന് വേണ്ടിയല്ല, ദിറാഹത്തിന് വേണ്ടിയല്ല, ദിനാറിന് വേണ്ടിയല്ല. അതെല്ലാം സമയത്തൊരു കൊണ്ട് തീരും. പക്ഷേ നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന ആഹാരമുണ്ട്. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അതിനായി പിതാവായ ദൈവം അത് അവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഡയറക്ടർ മാനേജറുടെ കയ്യിൽ സാലറി കൊടുത്തിരിക്കുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. അത് അവൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ.
അത് കിട്ടിയാൽ പ്രിയ സഹോദരങ്ങളെ അവൻ എറ്റേണലി റിച്ച്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയട്ടെ. ദൈവസഭയിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം. ശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനത്തിനായി നന്ദി പറയാം. പപ്പയോട് പറയാം, പപ്പ അങ്ങ് ആഗ്രഹിച്ചിരുന്നു മനസ്സിലാക്കുക, ഞാനൊന്ന് മനസ്സിലാക്കുക, എന്നെ സഹായിക്കണം. അങ്ങ് തന്നെ പറഞ്ഞില്ലേ, ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്ന നിത്യജീവൻ എന്ന അങ്ങ് ക്രിസ്തുവിലൂടെ പറഞ്ഞില്ലേ. എന്റെ ഈ ചെറിയ ബുദ്ധിയിൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ബുദ്ധിയിൽ മനസ്സിലാക്കാതെ ആത്മാവിൽ മനസ്സിലാക്കി അത് ബുദ്ധിയിലേക്ക് പകരപ്പെടുക എന്നെ അങ്ങ് സഹായിക്കണം. ഓരോരുത്തർ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എന്നിട്ട് അങ്ങ് ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞാനും ഇതെല്ലാം ഒന്നായി തീരുന്ന ആ കാലസമ്പൂർണ്ണതയിലെ സ്വർഗ്ഗഭൂമി ഒന്നാകുന്ന ആ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണം. പ്രിയ പിതാവിനെ അനുകരിപ്പാൻ എന്നെ സഹായിക്കണമേ. ആ പ്രവർത്തനം ഒന്ന് അനുകരിപ്പാൻ എന്നെ സഹായിക്കണമേ. അതിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെയുള്ള വചനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അറിവില്ലാത്തവനായി കഴിവില്ലാത്തവനായി എല്ലാം ആയിരിക്കുന്ന എന്റെ സ്വയത്തിൽ നിഗളിക്കുന്ന എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. താഴ്മയോടെ എന്നെ ഏൽപ്പിക്കുകയാണ്. സ്വീകരിക്കണേ. എന്റെ എല്ലാ കുറവുകളും അറിയുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുക. എന്നെ സ്വീകരിക്കാനേ അമ്മ, എന്നെ സ്വീകരിക്കാനേ. ആള് മാറിയതുപോലെ എന്നെ മാറ്റി. ഇനി ഒരു ജാതി സംഘടന മതക്കാരനായി അവസാനിക്കാതെ ആ ഉയരത്തിൽ പുതിയ സൃഷ്ടിപ്പായ ദൈവപുത്രന്മാരെ ഞാൻ കണ്ടു. അവിടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണം. എന്നെ ഭൂമിയിലേക്ക് വലിച്ചു താഴ്ത്തുന്ന ആ ചിന്തകളിൽ പെട്ടുപോകാതെ ഉയരത്തിൽ ജീവിപ്പാൻ, ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പാൻ എന്നെ സഹായിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിച്ചാൽ ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പാൻ എന്നെ സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ്. അതിനായി ദൈവം എന്നെ സഹായിക്കുകയാണ്. ഹല്ലേലൂയ. ആ താഴെയുള്ള കറുത്തിരുണ്ട മനുഷ്യരൂപത്തിൽ നിൽക്കാനല്ല, അത് സെമിത്തേരി കൊണ്ട് തീരും. ആ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ ഉയരത്തിലെ ക്രിസ്തുവിൽ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്ന ആ ദൈവപുത്രന്മാരെ ഞാൻ വെളുത്ത രൂപത്തിൽ ഞാൻ ഒരു ചിത്രം ഞാൻ കണ്ടു. എന്റെ അപ്പ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവപുത്രനാണ്. ഹല്ലേലൂയ. ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായ ആ പുതിയ സൃഷ്ടിയായ ദൈവപുത്രനാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നെ അവിടെ നിർത്താൻ എന്നെ സഹായിക്കണമേ കർത്താവേ. ഭൂമിയിലുള്ള വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം താഴെയുള്ള എന്റെ ശരീരത്തെ മാത്രമേ കൊല്ലാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് എന്നോട് പറഞ്ഞില്ലേ, ശരീരത്തെ കൊല്ലുന്നതിന് നീ ഭയപ്പെടേണ്ട, ദേഹിയങ്ങൾ കൊല്ലാൻ കഴിയുന്നത് നീ ഭയപ്പെട്ടാൽ മതി. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്നെ ആള് മാറിയതുപോലെ മാറ്റണേ കർത്താവേ, ആള് മാറിയതുപോലെ മാറ്റണേ. അതിനെ എന്നെ സമർപ്പിക്കുക. മാറ്റണേ നീ, മാറ്റം വരുത്തുന്ന ദേവമേ. പാപിക്കു മാറ്റം വരുത്തുന്നോനേ, സ്നേഹത്തിൻ ദൈവമേ മാറ്റണേ. പാപിക്കു മാറ്റം വരുത്തുന്നോനേ, സ്നേഹത്തിൻ ദൈവമേ മാറ്റണേ. സ്വർഗീയ പിതാവേ, താങ്ക് യു ഫോർ ദൈ വേർഡ്. അങ്ങ് തന്ന വചനത്തിനായി നന്ദി. കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മനുഷ്യരെ പിടിക്കുവാൻ തന്ന ആഹാരത്തിനായി, അതിശ്രേഷ്ഠമായ ആഹാരം അങ്ങ് തന്നതിനായി നന്ദി. ഇങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വിളമ്പുവാൻ അങ്ങ് ഉപയോഗിച്ചതിനായി പ്രിയ നല്ല പിതാവ്, കേട്ടത് നിലനിൽപ്പാൻ, കർത്താവേ അതിൽ വർദ്ധിപ്പാൻ അങ്ങയുടെ മക്കളെ ഏവരെയും അങ്ങ് സഹായിച്ചു. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ എല്ലാവരും പൂർണ്ണമായി അങ്ങയുടെ തേജസ്സിലായി തീരുവാൻ, ക്രിസ്തുവിൽ അങ്ങിൽ ഒന്നായി തീരുവാൻ സഹായിക്കണം. ഈ ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളുമേലും അങ്ങ് മഞ്ഞും മഴയും നയിക്കണമേ. രോഗികളായിരിക്കുന്നവരെ അങ്ങിപ്പോൾ സൗഖ്യമാക്കണമേ. അമ്മ യേശുവിന്റെ അടിപ്രായുള്ള സൗഖ്യം ഈ മകളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവസമാധാനം ഈ മകളുടെ മേൽ എല്ലാ മഹത്വ യഹോവയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കേട്ട വചനം എസ്പെഷ്യലി ഗോഡ് സ്പിരിറ്റ് ഓപ്പറേഷൻ ഇതാ ഇവിടെ തൽക്കാലമായിട്ട് തീരുകയാണ്. ദൈവം അത് നമുക്ക് തന്നു. നിങ്ങൾക്ക് എല്ലാം അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ പാർട്ട് 1 മുതൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ചില ഭാഗങ്ങളൊക്കെ ഫ്രൈഡേ മീറ്റിങ്ങും സൺഡേ മീറ്റിങ്ങിലും മിക്സ് ആയി പോയിട്ടുണ്ട്.
അപ്പോ ആ ഡേറ്റുകളിലുള്ള അതും കൂടി ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്റെ ചിന്തയിൽ ഒരു 26, 27, 28 എപ്പിസോഡുകൾ ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കത് വെബ്സൈറ്റ് ചിലപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയിരിക്കത്തില്ല. കാരണം അത് ഫ്രൈഡേ സൺഡേ മെസ്സേജ് മിക്സ് ആയിട്ട് പോയിട്ടുണ്ട് ഈ പീരീഡിലുള്ള. അതുകൊണ്ട് നിങ്ങൾ അത് തുടർന്ന് മനസ്സിലാക്കാൻ കംപ്ലീറ്റ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സമയത്ത് ഫ്രൈഡേ സൺഡേ മെസ്സേജിനോട് ചേർത്ത് കേൾക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. Praise the Lord.